بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. അപ്പോൾ ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്യുന്ന വിഷയം അൽ അദബുൽ അറബി ക്ലാസിൽ ഹദീസ്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് മോഡേൺ അറബി പോയട്രി. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യമായിട്ട് കുറച്ച് കവികളെ പരിചയപ്പെടുകയാണ്. അപ്പം നിങ്ങൾ ഇതൊരു ജസ്റ്റ് ഒന്ന് തുടങ്ങാൻ വേണ്ടി ഒരു കാര്യം ചെയ്യുന്നതാണ്. ഇതിൽ എത്ര പേര് നിങ്ങൾക്ക് കണ്ടിട്ട് അവരുടെ പേര് പറയാൻ സാധിക്കുന്നുണ്ടെന്ന് നോക്കാവോ? ഒന്ന് കമന്റ് ചെയ്യാവോ? എത്ര പേരുടെ പേരറിയാം ഇത് കണ്ടതിൽ വെച്ചിട്ട്? യെസ്, ജിബ്രാൻ ഇതിലില്ല. യെസ്, മാഷാഅല്ലാഹ്. അഹ്മദ് ഷക്കീർ, റസാഖി, നാസിക് മലൈക്ക, ദർവീഷ്, ഹാഫിദ്, ഷൗഖി, നാസിക്, ഖദി. യെസ് മുത്ര. യെസ്, തൈമൂർ ഇല്ല കേട്ടോ. മുഹമ്മദ് തൈമൂർ ഇല്ല. ബാറൂദി ഉണ്ട്, അബ്ദുൽ ഖാസിം ഷാബി ഉണ്ട്. യെസ്, ശുക്രാൻ ജസീൽ. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു ചിത്രം വളരെ പ്രധാനപ്പെട്ടാണ് കേട്ടോ. നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു മോഡേൺ അറബിക് ലിറ്ററേച്ചർ, അതിലെ ഈ ഷിഅർ പറയുമ്പോൾ ഇതിൽ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചിട്ടില്ല. ഈ കാണുന്ന ഇത്ര പേര് പറ്റിയാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ഒരു ചിത്രം ഒന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കിയേ. അപ്പൊ ഇതിലെ ഈ നടുക്ക് നിൽക്കുന്ന ആളുണ്ടല്ലോ, ഇത് മനസ്സിലായല്ലോ? അമീറാണ്. നടുക്ക് നിൽക്കുന്ന ആളാണ് അമീർ ഷുഅറ ഫി നസ്ൽ ഹദീസ് അഹ്മദ് ഷൗഖി. യെസ്, കമന്റ് ചെയ്തിട്ടുണ്ട്. അലൂഫ മുനീറ അല്ലേ? മുബാറക്ക. അപ്പൊ ഒരു ജാഹിദും പങ്കെടുത്തിട്ടുണ്ടല്ലോ നമ്മുടെ ക്ലാസ് സെക്ഷനിൽ. ജാഹിദ് അബു ഉസ്മാൻ അമർ ബിൻ ബഹർ മിക്നാനി. അപ്പോ അഹ്മദ് ഷൗഖിയാണ് ഈ നടക്കുന്നത്. പിന്നെ ഈ രണ്ടുപേരെ ശ്രദ്ധിച്ചല്ലോ. ഈ ഒരു ചുവന്ന തൊപ്പി കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് ഈജിപ്തിന്റെ ഒരു സിമ്പലാണ് അല്ലെ, ഈ രണ്ട് തൊപ്പി. അപ്പൊ ഇതില് ആദ്യം കാണുന്ന ആളാണ് നമ്മുടെ വോയിസ് കുറവാ. അങ്ങനെ ഒരു മെസ്സേജ് വരുന്നുണ്ട്. 2-3 കുട്ടികൾ അയച്ചേ, കുറച്ചൊന്ന് കൂട്ടാൻ പറ്റുമോ? ആണോ? നോക്കട്ടെ, ഒന്ന് വെയിറ്റ് ചെയ്യണേ. അല്ല, സാറിന്റെ വോളിയം ഒന്ന് കൂട്ടിയാൽ മതി. സാർ ഒന്ന് ഇത്തിരി ഉറക്കെ സംസാരിച്ചാൽ മതി. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആണോ? അപ്പോ ഇത് രണ്ടുപേരും ഈജിപ്ഷ്യൻ ആണ്, മിസ്രിലെ ആളുകളാണ്. ഒന്ന് ഹാഫിദ് ഇബ്രാഹിം നമ്മുടെ ഷായറിന് എന്നറിയപ്പെടുന്ന ഹാഫിദ് ഇബ്രാഹിം ആണ്. അതുപോലെ ഒരാൾ കൂടി അടുത്ത് കാണുന്നുണ്ട്, അതാണ് മഹ്മൂദ് സാമി അൽ ബാറൂദി. റാഇദ് ഷെൽ അറബി അൽ ഹദീസ് എന്നൊക്കെ അറിയപ്പെടുന്ന അറബി കവിതയുടെ, ആധുനിക അറബി കവിതയുടെ നായകൻ എന്നൊക്കെ പറയാൻ പറ്റുന്ന ബാറൂദിയാണ്. പിന്നെ അതുപോലെ ഈ അഹ്മദ് ഷൗഖിയുടെ മുകളിലായിട്ട് കാണുന്ന ആള് കാണുമ്പോൾ തന്നെ അറിയാം നന്നേ ചെറുപ്പമാണ്. 25-ാമത്തെ വയസ്സിൽ മരണപ്പെട്ട ഷാബി. അതെ, ഷാബി തന്നെയാണ്, അബുൽ ഖാസിം ഷാബിയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, 25-ാമത്തെ വയസ്സിൽ ഇദ്ദേഹം മരണപ്പെടുകയാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മളിപ്പോ ഇന്ത്യയില്, കേരളത്തില്, ഞാനിപ്പോ എറണാകുളത്തിൽ നിന്നാണ് ഇദ്ദേഹത്തെ പറ്റി ചർച്ച ചെയ്യുന്നത്. തുനീഷ്യക്കാരനാണ്. അദ്ദേഹത്തെ പറ്റി നമ്മൾ ഇവിടെ നിന്ന് ചർച്ച ചെയ്യണമെങ്കിൽ അപ്പൊ അദ്ദേഹം നൽകിയ ഈ ഒരു ചുരുങ്ങിയ കാലയളവിനുള്ളിൽ നമുക്ക് നൽകിയ സംഭാവനകൾ നമ്മളൊന്ന് ആലോചിച്ച് വെക്കേണ്ടതാണ്. പിന്നെ അതുപോലെ അഹ്മദ് ഷൗഖിയുടെ വലതായിട്ട് കാണുന്നത് ഉമർ അബൂരീഷ കേട്ടോ. പിന്നീട് നാസിക് അൽ മലായിക്കയാണ് അതിന് വലതുവശത്തായി കാണുന്നത്. അതുപോലെ ഫദ്വി തുഖാനാണ് അതിന്റെ താഴെ കാണുന്നത്. പിന്നെ ഇത് കാണുന്നത് ബദർ ഷാക്കിർ സിയാബാണ്. അപ്പോൾ നമുക്കറിയാം നാസിക്കിൽ മലായിക്ക, ബദർ ഷാക്കിർ സിയാബ്. അപ്പൊ ഇവർ രണ്ടുപേരും ഷിഅറുൽ ഹുറിന്റെ ആളുകളാണ്. അപ്പൊ നാസിക്കിൽ മലായിക്കയാണ് ഇതിൽ ആദ്യമായിട്ട്
രചിച്ചതെന്ന് ഭൂരിഭാഗം ആളുകൾ പിന്നെ ഇത് അഡസ് പിന്നെ ഈ കാണുന്നത് ഏറ്റവും അതെ ഏറ്റവും ഇടതുവശത്തായിട്ട് കാണുന്നത് മാറൂഫ് റസാഫിയാണ്. അപ്പോ ഇത് ഞാൻ ഇതിൽ പലരെയും ഞാൻ ഇപ്പോഴാണ് നേരിട്ട് കാണുന്നത്. കാരണം നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഞാൻ ഇവരിലൂടെ ജീവിക്കുകയായിരുന്നു കുറച്ച് ദിവസങ്ങളായിട്ട്. കാരണം നമുക്ക് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വന്നാൽ പിന്നെ കുറച്ചു നേരം നമുക്ക് റമദാന് വേണ്ടി മാറ്റിവെക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ അതിനുശേഷം രാത്രിയുള്ള സമയങ്ങളാണ് ഇതിനുവേണ്ടി ഞാൻ ചെലവഴിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഇവരെ എല്ലാവരെയും അടുത്ത് ഇവരിലൂടെ ജീവിക്കുന്ന പോലെ എനിക്ക് തോന്നി, ഫീൽ ചെയ്തു. ഓരോ ആൾക്കാരെയും പരിചയപ്പെട്ടതും കൂടുതൽ മനസ്സിലാക്കാൻ സാധിച്ചത് ഈ ഒരു സമയത്തിലൂടെയാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, ഇപ്പോ ഈ ക്ലാസ് കേട്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അല്ലെ? പക്ഷേ നമ്മൾ കേട്ടിരിക്കുന്നതിനേക്കാൾ നമ്മൾ അതിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോഴാണ്, നമ്മൾ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോഴാണ്, നമ്മൾ ബാക്കിയുള്ളവർക്ക് പഠിപ്പിക്കുമ്പോഴാണ് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. കാരണം ഇപ്പൊ ഒരാൾക്ക് ഒരു ശ്രോതാവിന് നമുക്ക് കേട്ടിരുന്നാൽ മതിയാവും. പക്ഷേ ഇപ്പോഴും പല ആളുകളും ചിലപ്പോൾ തിരക്കുള്ളവരായിരിക്കാം, നമ്മുടെ ക്ലാസ് ഓണാക്കി വെച്ചിട്ട് അവിടെ ഇവിടെ നിൽക്കുന്നവരുണ്ടാവും, ചിലപ്പോൾ ഒന്ന് അലസമായിട്ടിരിക്കുന്നവരുണ്ടാവും. പക്ഷെ അതേസമയം ക്ലാസ് എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ഒരു ചിന്തയിൽ തന്നെ നിന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഇല്ല എങ്കിൽ, ഈ ഫുൾ ടൈം നമ്മൾ ഈ സ്ക്രീനിന്റെ മുന്നിൽ ഇല്ല എങ്കിൽ നമുക്ക് ഈ ക്ലാസ് എടുക്കാൻ സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ പഠിപ്പിക്കാൻ പറ്റിയാൽ നമുക്ക് എന്ത് ചെയ്യാം, കൂടുതൽ ജീവിതത്തിൽ അത് ഉപകാരപ്പെടും. എനിക്ക് തോന്നുന്നത്, ഞാൻ പ്രിലി കഴിഞ്ഞപ്പോ, പ്രിലി ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് സെക്കൻഡ് ഇയർ ആവുന്ന സമയത്ത് നമ്മുടെ സാർ ഇമാമുദ്ദീൻ സാറ്, മരണപ്പെട്ടുപോയ മുൻ ആർമി സ്പെഷ്യൽ ഓഫീസർ ഇമാമുദ്ദീൻ സാറിന്റെ ശിഷ്യനായിരുന്നു ഞാൻ. അപ്പൊ സാറ് ഈ പ്രിലി ഫസ്റ്റ് ഇയർ വരെ കൈകാര്യം ചെയ്യാൻ തരുമായിരുന്നു, അവർക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി പറയുമായിരുന്നു. പിന്നെ അതിനുശേഷം ഡിഗ്രി ആയ സമയത്ത് പുള്ളി ഫസ്റ്റിനെയും സെക്കൻഡിനെയും പഠിപ്പിക്കാൻ പറയുമായിരുന്നു. അപ്പൊ അങ്ങനെ ഓരോ ക്ലാസ് കഴിയുന്തോറും നമ്മൾ പഴയ പാഠങ്ങൾ, അപ്പൊ ഞാൻ പഠിച്ച സമയത്ത് കാണാത്ത പല കാര്യങ്ങളും പിന്നീട് പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ കണ്ടു, പല ടെക്സ്റ്റ് ബുക്കുകൾ പോലും. അപ്പൊ അത് അതിന്റെ ഒരു ബെനിഫിറ്റ് ആണ്. ഇതിനു വേണ്ടി ഞാൻ ഒരുപാട് സമയം അങ്ങനെ ഇതിനു വേണ്ടി PSC ആയിട്ട് പഠിച്ചിട്ടില്ല. പക്ഷേ ജീവിതത്തിൽ ഈ ക്ലാസിന്റെ ഓരോ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഒരുപാട് എനിക്ക് ഓരോ അറിവുകളും ഉറച്ചതാണ്, അൽഹംദുലില്ലാഹ്. അതുകൊണ്ടാണ് ഒരുപാട് ശുക്ർ ചെയ്യാണ്, ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് നെറ്റ് കിട്ടാൻ സാധിച്ചത്. അന്ന് എനിക്ക് നല്ല വിഷമമായിരുന്നു, കുറെ സമയം നഷ്ടപ്പെട്ടു പോകുമെന്നൊക്കെ എനിക്ക് ആദ്യം തോന്നിയിരുന്നു. പക്ഷെ അതൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. അതെല്ലാം ഒരു ഭാഗത്ത് അള്ളാഹു ഒരുക്കി വെച്ചിരുന്നതാണ് ഞാൻ ഇപ്പം മനസ്സിലാക്കുന്നത്, അൽഹംദുലില്ലാഹ്. പിന്നെ ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞെടുത്തോടെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. പഠിക്കുന്നതിന് നമ്മളിപ്പോ ഒരു ക്വസ്റ്റ്യൻ ആണ് പഠിക്കുന്നതെങ്കിൽ പോലും അത് നമ്മൾ സോളിഡ് ആക്കി പോവുക, ഉറപ്പിച്ച് വേണം പോകാൻ. ഇപ്പൊ നമുക്ക് ഒരു സംശയമില്ലാതെ എല്ലാവരും ഉറക്കെ വിളിച്ചു പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ ഷാറുൻ നീൽ എന്ന് ചോദിച്ചാൽ അപ്പോഴെല്ലാവരും പറയും ഹാഫിദ് ഇബ്രാഹിം എന്ന് പറയും. പക്ഷെ അതേസമയം കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള, ഒരേപോലെ ഇരിക്കുന്ന കുറച്ച് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമുക്ക് അത് ഡൗട്ട് ഉണ്ടാവും. സത്യത്തിൽ നമ്മൾ ഈ അറിയാത്തത് കൊണ്ട് നമ്മുടെ PSCയിലെ മാർക്ക് ഒരിക്കലും കുറയില്ല. കാരണം അറിയാത്ത ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും അതിനെ സ്കിപ്പ് ചെയ്യും. പക്ഷെ നമ്മൾ പഠിച്ച് മറന്ന് നമുക്ക് ഉറപ്പില്ലാതിരിക്കുന്ന ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമുക്ക് പരീക്ഷയ്ക്ക് നെഗറ്റീവ് മാർക്ക് ആയി തരുന്നത്. നമ്മൾ ഒരുപാട് എന്നോ പഠിച്ചിട്ടുണ്ട്, പക്ഷേ പിന്നീട് അങ്ങോട്ട് സഞ്ചരിക്കാതെ അതെല്ലാം മറന്ന് പകുതി മുറി അറിവായിട്ട് അത് മാറിയിട്ടുണ്ടാവും. അങ്ങനത്തെ ക്വസ്റ്റ്യൻസിനാണ് നിങ്ങൾ പേടിക്കേണ്ടത്. അതാണ് നിങ്ങളെ ചതിക്കുന്ന ക്വസ്റ്റ്യൻസ്. അപ്പൊ അതുകൊണ്ട് പഠിക്കുന്നത് കുറച്ചാണെങ്കിൽ പോലും നമ്മൾ അതിനെ ഉറപ്പിച്ച് പഠിക്കാവുന്നതാണ്. പിന്നെ PYQ ചെയ്ത് നോക്കുന്ന വലിയൊരു ബെനിഫിറ്റ് ആയിട്ട് ഉള്ളൊരു കാര്യമാണ്. കാരണം മുമ്പുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഒരുപാട് റെഫർ ചെയ്യുന്നതോടുകൂടി അതിന്റെ സംശയങ്ങൾ വരുമ്പോൾ നമ്മൾ വീണ്ടും അത് സെർച്ച് ചെയ്യാൻ നോക്കും, അത് അന്വേഷിച്ച് കണ്ടെത്തും. അപ്പൊ കൂടുതൽ അറിവുകൾ നമുക്ക് കിട്ടും. റെക്കോർഡ് സ്റ്റക്ക് ആവുന്നുണ്ടോ? വോയിസ് സ്റ്റക്ക് ആവുന്നുണ്ടോ? സ്റ്റക്ക് ആവുന്നുണ്ടോ? ഒരാളിങ്ങനെ പറഞ്ഞിരുന്നു, ഫൈസൽ. ഓക്കെ ശുക്രൻ. ഇടയ്ക്ക് സ്റ്റക്ക് ആവുന്നുണ്ട് അല്ലേ? അപ്പോ നമ്മൾ പറഞ്ഞു തന്നത്, PYQ ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസിലൂടെ നമുക്ക് കടന്നു പോകാൻ പറ്റും. അപ്പൊ ആ ഒരു പാറ്റേൺ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഒരുപാട് വാരിവലിച്ച് പഠിച്ച് കൂടുതൽ ഡൗട്ടുകൾ ചില ആളുകൾ സൃഷ്ടിക്കാറുണ്ട്, അതിനെ ഉറപ്പിക്കാതെ തന്നെ. അപ്പൊ അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യരുത്. പിന്നെ
നമ്മൾ ഈ റാങ്ക് ലിസ്റ്റിൽ കഴിവതും എല്ലാവരും എത്തട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് അതിനുവേണ്ടി നന്നായിട്ട് നല്ല ആവേശത്തോടു കൂടി പരിശ്രമിക്കാൻ വേണ്ടി വസിയത്ത് ചെയ്തുകൊണ്ട് ഞാൻ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. ഇപ്പൊ ഈ സ്ക്രീൻ ഒരു സ്ക്രീൻ കാണുന്നില്ലേ? ഇപ്പൊ ഇത് രണ്ടും നമ്മളെ തളർത്താനും തകർക്കാനും അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളെ നിരുത്സാഹപ്പെടുത്താനൊക്കെ ചിലപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് നഷ്ടപ്പെടുന്ന ചില സമയങ്ങളുണ്ട്. അല്ലാതെ ഒരുപാട് പേരുണ്ടാവും. അപ്പൊ നമ്മൾ എപ്പോഴും നമ്മൾ ഇടപഴകുന്ന ഒരു കാര്യമാണ് നമ്മുടെ മൊബൈൽ ഫോൺ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ എൻ്റെ ഫോണിന്റെ ലോക്ക് സ്ക്രീനാണ് ഈ ഇടതുവശത്ത് കാണുന്നത്. അതേപോലെ വലതുവശത്ത് കാണുന്നത് എൻ്റെ ഹോം സ്ക്രീനാണ്. അപ്പൊ ഇത് നമ്മൾ കാണാത്ത ദിവസങ്ങളില്ലല്ലോ. അപ്പൊ ഇത് കാണുന്ന സമയത്തെല്ലാം നമുക്കൊരു എവിടെ നിന്നോ ഒരു മോട്ടിവേഷൻ കിട്ടുന്ന പോലെ തോന്നും. ഇങ്ങനെ ഓരോ സാർ ലൈനിലില്ലേ? ഹലോ റുബിൻഷ സാർ ലൈനിലില്ല? ഓക്കെ ഓക്കെ. സൗണ്ട് വന്നു. ഹലോ ക്ലിയർ ആണ് സാർ. അല്ല, ഒരുപാട് പേര് സൗണ്ട് ഇല്ല എന്ന് പറയുന്നു. ആ സാർ സംസാരിക്കാനായിട്ടായിരുന്നു. ഇപ്പൊ ഹലോ എന്ന് ചോദിച്ചത് ക്ലിയർ ആണ്. ഓക്കെ. അപ്പൊ ബാറൂദിയെ പറ്റി പറയുകയാണെങ്കിൽ ഹുവ മഹ്മൂദ് സാമി അൽ ബാറൂദി. മഹ്മൂദ് സാമി അൽ ബാറൂദിയാണ് മുഴുവൻ പേര്. നമ്മളിപ്പോൾ ഒരാളുടെ പേര് പഠിക്കുന്ന സമയത്ത് അവരുടെ പേര് പൂർണ്ണമായിട്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. അപ്പൊ അതോടൊപ്പം ചിലപ്പോൾ അവരുടെ നാട് കൂടി അതിൻ്റെ ഇടയിൽ നമുക്ക് പഠിക്കാൻ സാധിക്കും. ഗുലിദ അൽ ബാറൂദി. ബാറൂദി ജനിച്ചത് ഒക്ടോബർ 6 നമ്മൾ ഇതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ഇയർ ഒന്ന് ജസ്റ്റ് നോക്കിയാൽ മതി. 1839. അൽഫ് വ സമാനിയ തലാസ വ തിസ്ഇ മീലാദിയ ഫി ഹൈ ബാബി അൽ ഖൽഖ് ബിൽ കാഹിറ. കെയ്റോയിലാണ് ജനിച്ചത്. ബാബുൽ ഖൽഖ് എന്ന് പറയുന്നത് അതൊരു ചെറിയൊരു പ്രദേശത്തിന്റെ പേരാണ് കേട്ടോ. നമ്മളിപ്പോ ബാദ് എന്ന് പറയുന്ന പോലെ ഒരു പ്രദേശമാണ് ഹൈ ബാബുൽ ഖൽഖ് എന്ന് പറയുന്നത്. അപ്പൊ കെയ്റോയിലെ ലി അബവൈനി മിൻ അസ്ലിൻ ഷർക്കസീൻ. ഷർക്കസി എന്ന് പറയുന്നത് പണ്ടത്തെ ഒരു മമാലിക് വംശത്തിൽപ്പെട്ട ഒരു പരമ്പരയിൽ പിന്നീട് വന്ന ആളുകളെയാണ് ഷർക്കസി എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു അസ്ലാണ് ഇദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ. ഹുവ ഷാഇറുൻ മിസ്രിയുൻ വറഈസു വുസറാഇ മിസ്ര മിൻ അറാബിയ ഫെബ്രുവരി 1882 ഫെബ്രുവരി 4 മുതൽ 1882 മെയ് 26 വരെ റഈസുൽ വുസറ ആയിരുന്നു, പ്രൈം മിനിസ്റ്റർ ആയിരുന്നു കേട്ടോ മിസ്രിലെ. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രായം വന്ന് 43 വയസ്സായിരുന്നു. 43 വയസ്സ്. ഹുവ റായിദു ശഅർ അറബിയൽ ഹദീസ്. ഹുവ റായിദു ശഅർ അറബിയൽ ഹദീസ്. ക്ലിയർ ആണോ? ശബ്ദം ക്ലിയർ ആണോ? യെസ്. അപ്പോ നിസ്ബതഹു ഇലാ ഈത്തായ് അൽ ബാറൂദ്. മിസ്രിലെ ഈ സൈഡിൽ കാണുന്ന കണ്ടോ, ഈത്ത അൽ ബാറൂദ് എന്ന് പറയുന്ന സ്ഥലമാണ്. അപ്പൊ അവിടേക്ക് ചേർത്തിക്കൊണ്ടാണ് ബാറൂദി എന്ന പേര് വന്നത്. അത് ഈജിപ്തിലെ ഒരു സ്ഥലമാണ്, മിസ്രിലെ ഒരു സ്ഥലമാണ്. ഹുവ റായിദു മദ്രസത്തുൽ ബഅസി വൽ ഇഹ്യാഇ ഫി ശഅർ അറബി അൽ ഹദീസ്. അറബി മോഡേൺ അറബിക് പോയട്രിയിലെ മദ്രസത്തുൽ ബഅസി വൽ ഇഹ്യാ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതായത് നമ്മുടെ പഴയ കവിതകളെയൊക്കെ പുതുമയോടുകൂടി അതിനെ വീണ്ടും പുനർജീവിപ്പിക്കുന്ന ഒരു മെത്തേഡ് ഉണ്ട്. അപ്പൊ അതിന്റെ റായിദായിട്ട് അറിയപ്പെടുന്നത് ആരാണ്? മഹ്മൂദ് സാമി അൽ ബാറൂദിയാണ്. ലുഖിബ ബി ഫാരിസ് സൈഫ് വൽ ഖലം എന്നറിയപ്പെടുന്നുണ്ട്. അതുപോലെ റബ്ബ് സൈഫ് വൽ ഖലം എന്നും കണ്ടിട്ടുണ്ട്. ഫാരിസ് സൈഫ് വൽ ഖലം എന്ന് പറയുന്നത് ബാറൂദിയെ പറ്റിയാണ്.
അടുത്തത് മാത്ത അബൂഹു വഹുവ ഫി സാബിഅത്തി മിൻ ഉംരിഹി. അദ്ദേഹത്തിന്റെ 7ാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിന്റെ പിതാവ് മരണപ്പെടുന്നത്. പിന്നെ അതുപോലെ ഇദ്ദേഹം ഒരുപാട് വിപ്ലവങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ സൗറ ഒറാബിയ എന്ന് പറയുന്ന ഒരു ഇവരുമായിട്ടുള്ള ഇംഗ്ലീഷുകാരുമായിട്ടുള്ള ഒരു യുദ്ധമുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കാരണത്താൽ ഇദ്ദേഹത്തെ സറന്ദീപിലേക്ക് 1882 നാട് കടത്തുകയാണ് കേട്ടോ. പക്ഷെ അത് ഇദ്ദേഹത്തിന് നിർണായകമായ മാറ്റം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടാക്കി. ഇപ്പൊ നമ്മൾ തന്നെ പറയാറുണ്ട് ഇന്ന മഅൽ ഉസ്രി യുസ്ര എന്ന് പറയാറുണ്ട് അല്ലെ, എല്ലാ ഞെരുക്കത്തോടൊപ്പവും ഒരു എളുപ്പമുണ്ടെന്നാണ്. അപ്പൊ ഇദ്ദേഹം അവിടെ ഒരു 17 വർഷത്തോളം അവിടെ താമസിച്ചു. ആ സമയത്താണ് അദ്ദേഹം എന്ത് ചെയ്തത്, ഇംഗ്ലീഷ് പഠിച്ചത്. ഇംഗ്ലീഷ് പഠിച്ച അവിടെ വെച്ചാണ്. മുഅല്ലഫാത്തുൽ മഷ്ഹൂർ, അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഗ്രന്ഥങ്ങളിൽപ്പെട്ട ഒന്നാണ് ഇപ്പൊ താഴെ ചിത്രത്തിൽ കാണുന്നുണ്ടല്ലോ, മുഖ്താറാത്തുൽ ബാറൂദിയാണ് കേട്ടോ. മുഖ്താറാത്തുൽ ബാറൂദി ഇതെന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കവിതകളുടെ ഒരു സമാഹാരമാണ്. ഈ താഴെ കാണുന്ന മുഖ്താറാത്തുൽ ബാറൂദി. ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്, ഇത് ഒന്ന് ശ്രദ്ധിക്കണം നന്നായിട്ട്. സറന്ദീപിലേക്കാണ് നാടുകടത്തപ്പെട്ടത്. പിന്നെ അതുപോലെ ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കവിതാ സമാഹാരമാണ് മുഖ്താറാത്തുൽ ബാറൂദി. പിന്നെ പ്രവാചക കീർത്തനം അഥവാ മദഹിലെ ഇദ്ദേഹത്തിന്റെ ഗ്രന്ഥമാണ് സയ്യിദുൽ ഉമ്മ, കശ്ഫുൽ ഉമ്മ ഫി മദ്ഹി സയ്യിദുൽ ഉമ്മ എന്നുള്ള ഗ്രന്ഥം. പിന്നെ അതുപോലെ ഖൈദുൽ അവാബിദ് എന്ന് പറഞ്ഞ ഒരുപാട് തോട്ട്സ്, ഇദ്ദേഹത്തിന്റെ ചിന്തകളൊക്കെ അതിൽ ഒരുപാട് അവതരിപ്പിക്കുന്നു. അങ്ങനത്തെ ഒരു നസറാണ്. അപ്പൊ ആദ്യം പറഞ്ഞത് ഷിഅറാണ്, ഇപ്പൊ പറഞ്ഞത് നസറാണ്. പിന്നെ കുഫ ബസ്റഹു ഖുബൈല മൗതിഹി വതൂഫി ഫിൽ ഖാഹിറ സന 1904. അപ്പോ 1904 അദ്ദേഹം എന്ത് ചെയ്യുന്നത്, മരണപ്പെടുന്നത്. 1904 ബാറൂദി മരണപ്പെടുന്നത്. അപ്പൊ ബാറൂദി ഒരുവിധം ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അപ്പൊ അടുത്ത ആളിലേക്ക് പോവാം. അടുത്തതായിട്ട് അഹമ്മദ് ഷൗക്കയാണ്. കാരണം വോയിസ് ക്ലിയർ ആണോ? വോയിസ് ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ അടുത്ത അഹമ്മദ് ഷൗക്കി. അഹമ്മദ് ഷൗക്കി അലി അഹമ്മദ് ഷൗക്കി ബക്ക്. അപ്പോ ബക്ക് എന്ന് പറയുന്നത് ഒരു പദവിയാണ് കേട്ടോ, അത് പിന്നീട് പറയും. വിലുദ അഹമ്മദ് ഷൗക്കി ഫി സന 16 ഒക്ടോബർ 1868 ഇദ്ദേഹം ജനിച്ചത്. ഫി ഹയ്യൽ ഹനഫി. നമ്മൾ കുറച്ചും പറഞ്ഞിരുന്നല്ലോ, ഹൈ എന്ന് പറഞ്ഞാൽ അതൊരു പ്രദേശമാണെന്ന് പറഞ്ഞല്ലേ. ഹൈ ബാബിൽ ഹൽക്കിലാണ് ബാറൂദി ജനിച്ചതെങ്കിൽ ഹയ്യൽ ഹനഫിയിലാണ് അഹമ്മദ് ഷൗക്കി ജനിക്കുന്നത്, ഖാഹിറയിൽ. പിന്നെ ഇദ്ദേഹത്തിന്റെ പിതാവ് കുർദി വംശജനായിരുന്നു, മാതാവ് തുർക്കിക്കാരിയുമായിരുന്നു. ഹുവ കാത്തിബുൻ മിസ്രിയൻ വയുഅദ്ദു മിൻ അഅളമി ശുഅറാഇൽ അറബിയ്യ ഫിൽ ഉസൂരിൽ ഹദീസ. ആധുനിക കാലഘട്ടത്തിലെ പ്രഗത്ഭരായ കവികളിൽപ്പെട്ട ആളായിട്ടാണ് അഹമ്മദ് ഷൗക്കി അറിയപ്പെടുന്നത്. യുഅതബറു റാഇദു ശിഅരിൽ അറബി അൽ മസ്റഹി. ഇതൊന്നും ശ്രദ്ധിക്കേണ്ടതാണ്. റാഇദു ശിഅൽ അറബി അൽ മസ്റഹി, അതായത് കവിത നാടക രൂപേണ അവതരിപ്പിക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പൊ അതിന്റെ പിതാവായിട്ടാണ് ഇദ്ദേഹത്തെ കണക്കാക്കപ്പെടുന്നത്, അഹമ്മദ് ഷൗക്കി. അപ്പോ ബാറൂദി പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞ് റാഇദു ശിഅൽ അറബിൽ ഹദീസ് ആണെങ്കിൽ ഇവിടെ റാഇദു ശിഅൽ അറബിൽ മസ്റഹി ആണ് കേട്ടോ. പിന്നെ ഇഷ്തഹറ ബിശ്ശഅൽ മത്നി വദ്ദീനി.
കാരണം മതപരമായ കുറെ കവിതകളിലൂടെയും അതേപോലെ വത്തനി, അദ്ദേഹത്തിന്റെ നാടിനെ പറ്റിയുള്ള ഒരുപാട് കവിതയിലൂടെയാണ് അദ്ദേഹം പ്രസിദ്ധി നേടിയത്. കാരണം വത്തനി എന്ന് പറയാൻ കാര്യം ഇദ്ദേഹത്തെ പിന്നീട് പല പേരുകൾ അറിയപ്പെടുന്നുണ്ടല്ലോ. കാരണം ഒരുപാട് ആദ്യം ജനങ്ങളുമായിട്ട് കൂടുതൽ സമ്പർക്കമില്ലായിരുന്നെങ്കിലും പിൽക്കാലത്ത് ജനങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട വ്യക്തിയാണ് കേട്ടോ. യുലഖബു ബി അമീർ ശുഅറാഇ ഫിൽ അസ്ൽ ഹദീസ്. അമീർ ശുഅറാഇ ഫിൽ അസ്ൽ ഹദീസ് എന്നറിയപ്പെടുന്നത് അഹമ്മദ് ഷൗക്കിയാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഒന്നാമത്തെ കാര്യം റായിദ് ഷിഅൽ അറബിൽ ഹദീസ് ബാറൂദിയാണ്. റായിദ് ഷിഅൽ അറബിൽ മസ്രഹി അഹമ്മദ് ഷൗക്കിയാണ്. അതുപോലെ അമീർ ശുഅറാഇ ഫിൽ അസ്ൽ ഹദീസും അഹമ്മദ് ഷൗക്കിയാണ്. അടുത്ത നുഫിയ അഹമ്മദ് ഷൗക്കി ഇല ഇസ്ബാനിയ. അപ്പോ സ്പെയിനിലേക്ക് ഇദ്ദേഹത്തെ നാട് കടത്തിയിട്ടുണ്ട്. അത് 1914. അപ്പൊ സെറന്ദീപിലേക്ക് നാട് കടത്തപ്പെട്ടത് ബാറൂദിയാണ്. ഇവിടെ സ്പെയിനിലേക്ക് നാട് കടത്തപ്പെട്ടത് ആരാണ്? അഹമ്മദ് ഷൗക്കിയാണ്. ക്ലിയർ ആണോ? ഇത്രയും പോയിന്റ് ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? ഓക്കെ, ശുക്രാൻ. അപ്പോ ഇദ്ദേഹത്തിന് ലഹു മൽഹമ ത്വവീല നളമഹ ഫി മൻഫാഹ്. നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞതുപോലെ തന്നെയാണ് ബാറൂദിയെ അവർ നാട് കടത്തിയെങ്കിൽ അവിടെ വെച്ചാണ് അദ്ദേഹം ഇംഗ്ലീഷ് പഠിച്ചതെന്ന് പറഞ്ഞു. അതുപോലെ ഇദ്ദേഹത്തിന് ഒരു വലിയൊരു, നമ്മളിപ്പോ പറയില്ലേ എന്താണ്, യുദ്ധ ഇതിഹാസം എന്ന് പറയുന്ന പോലെ ഒരു വലിയൊരു മൽഹമ ഇദ്ദേഹം രചിച്ചിട്ടുണ്ട്. അതെപ്പോഴാണ്? ഇദ്ദേഹത്തിന്റെ ആ ഒരു നാട് കടത്തപ്പെട്ട കാലഘട്ടത്തിലാണ്. അപ്പൊ അതിന്റെ പേര് ഇങ്ങനെയാണ്, ദുബൽ അൽ അറബി വഅളമാ ഉൽ ഇസ്ലാം എന്നുള്ള പേരിലാണ് ആ ഒരു മൽഹമ അദ്ദേഹം രചിച്ചത്. അതിന്റെ പ്രത്യേകത 1726 ബൈത്തുകളുണ്ട് അതിന്. 1726 ബൈത്തുകളുള്ള വലിയൊരു യുദ്ധ ഇതിഹാസ കാവ്യമാണ് അദ്ദേഹം രചിച്ചത്. പക്ഷെ ഇത് പബ്ലിഷ് ചെയ്യുന്നത് ബഅദ വഫാത്തിഹി, അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷമാണ് ഇത് പബ്ലിഷ് ചെയ്യുന്നത്. ഇദ്ദേഹത്തിന്റെ ദീവാൻ, ഇദ്ദേഹത്തിന്റെ മഹാകാവ്യമാണ് അശ്ശൗഖിയാത്ത്. നമ്മുടെ ബാറൂദിയുടെ പറഞ്ഞത് നമ്മൾ പറഞ്ഞിരുന്നല്ലോ. അപ്പൊ അതുപോലെ ഷൗക്കിയാത്ത് അഹമ്മദ് ഷൗക്കിയുടെയാണ്. പിന്നെ ഇദ്ദേഹത്തിന്റെ മസ്രഹിയാത്ത് ഷാരിയ, അപ്പൊ ഇതിന്റെ റായിദാണെന്ന് പറഞ്ഞു. അപ്പൊ അത് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്? മസ്രഹിയാത്തുകൾ ഏതൊക്കെയാണ്? മസ്രഉ ക്ലിയോപാട്ര, യെസ്, മുഖ്താറാത്ത് പറഞ്ഞു, അഫ്സത്ത് പറഞ്ഞു, അതുപോലെ അഷ്റഫ് പറഞ്ഞു, സൗജ അൻസാർ അപ്പൊ അതുപോലെ ക്ലിയോപാട്ര, ഖന്ദീസ്, മജ്നൂൻ ലൈല, അലി ബക്കിൽ കബീർ, അൻതറ, ഹിത്ഹുദ. അപ്പൊ ഇതെല്ലാം ഇദ്ദേഹത്തിന്റെ മസ്രഹിയാത്തുകളാണ്. അപ്പൊ ഞാനിത് പെട്ടെന്ന് വായിച്ചു പോകുന്നത് ഒരുപാട് പേര് നമ്മൾ ചർച്ച ചെയ്ത് നിർത്താനുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ടാണ്. ഏതായാലും ഇത് കഴിഞ്ഞ ഉടനെ തന്നെ PDF ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ ഇദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ കവിതയാണ്, ഖസീദയാണ് നഹ്ജുൽ ബുർദ. അതുപോലെ ഹംസിയ അൻ-നബവിയ, സല്ലു അൽബി എന്ന് പറയുന്നത്. ഇതെല്ലാം മദ്ഹിലാണ് കേട്ടോ. മദ്ഹ്, പ്രവാചക കീർത്തനത്തിൽപ്പെട്ടതാണ് കേട്ടോ. അപ്പൊ ഇതെല്ലാം, അപ്പൊ ഇതാണ് പറഞ്ഞത്. കുറച്ചും പറഞ്ഞു ഇദ്ദേഹം ഷിഅറുൽ വത്തനിയിലൂടെയും ഷിഅറുൽ ദീനി, മതപരമായ കവിതയിലൂടെ എന്ന് പറഞ്ഞു. അപ്പൊ അതിനൊരു ഉദാഹരണമായിട്ട് നമുക്ക് ഓർത്തു വെക്കാവുന്നതാണ് നഹ്ജുൽ ബുർദ, ഹമസിയ നബവിയ, സല്ലു ഖൽബി എന്നുള്ളത്. അടുത്ത ഇദ്ദേഹത്തിന്റെ നോവലുകളാണ്, റിവായാത്താണ്. അൽ ഫിർഔനുൽ അഖീർ, അതുപോലെ അദ്റാഉൽ ഹിന്ദ്, ഫിർഔനുൽ അഖീർ, അതൊക്കെ ഇദ്ദേഹത്തിന്റെ റിവായാത്തുകളാണ്, നോവലുകളാണ്. സൂഫി സന 1932 മിലാദിയിലാണ്, ഒക്ടോബർ 14 ഇദ്ദേഹം മരണപ്പെടുന്നത്. അപ്പൊ ഈ ഇയർ ഓർത്ത് വെച്ചേക്കുക. കാരണം 1932 വേറൊരു പ്രസിദ്ധനായ ഒരു ഷായർ കൂടി മരണപ്പെട്ടു. ആരാണത്? നൗഷിദ് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ തന്നെ, ഹാഫിദ് ഇബ്രാഹിം. അപ്പൊ ഇത് ചോദിക്കുന്നതാണ്. രണ്ടുപേരും ഒരേ വർഷമാണ് മരണപ്പെട്ടത്. ഹാഫിദും ഷൗക്കിയും. വെരി ഗുഡ്. ജസാക്കല്ലാഹ്. അപ്പോ 1932. അപ്പൊ ഈ പോയിന്റ് ക്ലിയർ ആണോ?
രണ്ടുപേരും ക്ലിയർ ആണോ? അഹമ്മദ് ഷൗക്കിയും ബാറൂദിയും. ക്ലിയർ അല്ലേ? ഓക്കെ. അടുത്തത് നമ്മൾ പറഞ്ഞു വെച്ച ഹാഫിൽ ഇബ്രാഹിം. അപ്പൊ മുഹമ്മദ് ഹാഫിൽ ഇബ്രാഹിം, അതാണ് മുഴുവൻ പേര്, മുഹമ്മദ് ഹാഫിൽ ഇബ്രാഹിം. ولد في بيروت من محافظة أسيوط من മിസ്ര. ഈജിപ്തിലെ അസ്യൂത്ത് പ്രവിശ്യയിലെ ബെയ്റൂത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ഈ ഡേറ്റ് പഠിക്കേണ്ട ആവശ്യമില്ല, പക്ഷെ ഇയർ നോക്കിക്കൊള്ളുക. 1872 അദ്ദേഹം ജനിക്കുന്നത്. 1872. ഇദ്ദേഹത്തിന് ഒരുപാട് വിശേഷണങ്ങളുണ്ട്, ഒരുപാട് വിശേഷണങ്ങൾ. നമ്മൾ ഈ വിശേഷണം പഠിക്കുമ്പോൾ തന്നെ നമുക്ക് അതിലൂടെ അദ്ദേഹത്തിന്റെ ഒരു ക്യാരക്ടർ പൊതുവെ നമുക്ക് പിടികിട്ടുമല്ലോ. അപ്പൊ നോക്കിയേ, ഷാഇറുൻ നീൽ, ഇത് നമ്മൾ എല്ലാവരും പെട്ടെന്ന് പറയുന്ന ഒരു ലഖബാണ് അല്ലെ, നമ്മൾ കേട്ട് തഴമ്പിച്ചൊരു ലഖബാണ് ഷാഇറുൻ നീൽ. അതുപോലെ ഷാഇറു ശ്യാബ്, അഹമ്മദ് ഷൗക്കി പിൽക്കാലത്ത് ജനങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടതുപോലെ ജീവിതകാലം ജനങ്ങൾക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ചൊരു വ്യക്തിയായിരുന്നു ഹാഫിദ് ഇബ്രാഹിം. ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ടാണ് ഷാഇറു ശ്യാബ് എന്നറിയപ്പെടുന്നത്. അടുത്ത ഷാഇറുൽ വത്നി വൽ മുജ്തമിഅ, അപ്പൊ സമൂഹത്തിന്റെയും അതുപോലെ രാജ്യത്തിന്റെയും കവി എന്നറിയപ്പെടുന്നു, ഷാഇറുൽ വത്നി വൽ മുജ്തമിഅ. അതുപോലെ ഷാഇറുൽ മുതഹമ്മിസ്, നല്ല ആവേശഭരിതമായിട്ട് കവിതകളൊക്കെ രചിക്കുന്ന വ്യക്തിയാണ്, നല്ല ആവേശമുള്ള വ്യക്തിയാണ്, ആവേശമുള്ള കവി എന്നുള്ളതിൽ ഷാഇറുൽ മുതഹമ്മിസ് എന്നറിയപ്പെടുന്നു. ഹാഫിദ് ഇബ്രാഹിം ഫി സഫീന ദഹബിയ. ദഹബിയ എന്ന ആ ഒരു കപ്പലിന്റെ പേരാണ്, അത് അത്ര ഇമ്പോർട്ടന്റ് അല്ല, ഞാനിവിടെ ഉൾക്കൊള്ളിച്ചെന്നേ ഉള്ളൂ. ദറസ ഹാഫിൽ ഫിൽ മദ്രസത്തിൽ ഖൈരിയ ഫിൽ ഖലഅയിലെ മദ്രസത്തിൽ ഖൈരിയയിൽ അദ്ദേഹം പഠിച്ചു. സുമ്മ ഫി മദ്രസത്തിൽ മുബ്തദിയാൻ എന്ന് പറയുന്ന മദ്രസയെ പഠിച്ചു. പിന്നെ സുമ്മ അൽ ഖിദ്യബിയ അസാനവിയ, ഖിദ്യബി എന്നാണ് പറയുന്നത് കേട്ടോ, ഹുദൈബി എന്ന് വായിക്കരുത്, ഖിദ്യബി എന്നാണ് അതിന്റെ പ്രയോഗം, ഖിദ്യബിയ അസാനവിയ. ഇവിടെയാണ് ഇദ്ദേഹം പഠിച്ചത്. ഉഈന റഈസൽ ഖിസ്മിൽ അദബി ബിദാരിൽ കുതുബിൽ മിസ്രിയ ആം 1811. അപ്പൊ 1911 ദാറുൽ കുത്തുബിൽ മിസ്രിയ അഥവാ ഈജിപ്തിലെ ബുക്ക് പബ്ലിഷിംഗ് ഹൗസ് ആണ്. അപ്പൊ ഇതിന്റെ ലിറ്ററേച്ചർ വിഭാഗത്തിന്റെ ഹെഡായിട്ട് ഇദ്ദേഹം നിയമിതനായിട്ടുണ്ട്, ലിറ്ററേച്ചർ വിഭാഗത്തിന്റെ ഹെഡ്. പിന്നെ കുറച്ച് നമ്മൾ പറഞ്ഞല്ലോ, ബക്ക് എന്ന് പറയുന്നത് അതൊരു ഒരു പദവിയാണ്. അപ്പൊ ഈ ഒരു പദവി ഇദ്ദേഹം നേടുന്നത് 1912 1912 ബസ്ക് എന്നൊരു വിശേഷണം ഇദ്ദേഹം നേടിയെടുക്കുന്നത്. كان أحد رموز مدرسة الإحياء في الشعر العربي. മദ്രസത്തുൽ ഇഹ്യ നമ്മൾ കുറച്ചും പറഞ്ഞില്ലേ, ആരായിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തി? മദ്രസത്തുൽ ബഅസ് വൽ ഇഹ്യ. യെസ്, ബാറൂദി. അതിന്റെ കാരണമുണ്ട്. യെസ്, ശുക്രൻ ജസീലൻ, ജസാക്കുമുല്ലാഹു ഖൈറൻ. അപ്പൊ അതിനൊരു കാരണമുണ്ട്, എന്താ അറിയോ? ലഹിഖ ബിൽ ബാറൂദി ഫി അവാഖിരി അയ്യാമിഹി. ഇദ്ദേഹം ഇങ്ങനെയാണല്ലോ, നമ്മൾ ഒരേ ക്യാരക്ടർ ഉള്ളവരായിരിക്കുമല്ലോ, നമ്മളിപ്പോ എവിടെ ചെന്നാലും നമ്മളെ പോലെയുള്ള ആരെങ്കിലും കാണും, നമ്മുടെ അതേ ക്യാരക്ടറുള്ള അതേ നമ്മളിലുള്ള കുറെ ക്വാളിറ്റി ഉള്ളവരായിരിക്കും നമ്മളായിട്ട് പിന്നീട് ജീവിതത്തിൽ ഒരുമിച്ച് വരുന്നത്. അതുപോലെ തന്നെയാണ് ബാറൂദിയുമായിട്ട് ഇദ്ദേഹം ചേരുന്നുണ്ട്. സൂഫി ഹാഫിദ് ഇബ്രാഹിം സന അൽ ഞാൻ കുറച്ചും പറഞ്ഞു. 1932 മരണപ്പെട്ട 2 പേരുണ്ട്. അതിലൊന്നാണ് ഹാഫിദ് ഇബ്രാഹിം, രണ്ടാമത്തെ ആളാണ് നമ്മൾ ആദ്യം പറഞ്ഞ മഹമൂദ് സാമി അൽ ബാറൂദി. ഈ സമയം ഞാൻ വെറുതെ ഇങ്ങനെ പറഞ്ഞേ ഉള്ളൂ, ഇത് നമ്മൾ ഓർത്ത് വെക്കാൻ വേണ്ടിയാണ്. ഖമീസ് ഇങ്ങനെ ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞേ ഉള്ളൂ. വ്യാഴാഴ്ച 5 മണിക്ക്. അപ്പൊ ഖമീസ് എന്നുള്ള ഇതിൽ പറഞ്ഞു. ആസാറുൽ അദബി, ഇദ്ദേഹത്തിന്റെ സാഹിത്യ കൃതികൾ, ഇദ്ദേഹത്തിന്റെ ദീവാൻ, അദ്ദീവാൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. അദ്ദീവാൻ. സോറി അഹമ്മദ് ഷൗക്കിയാണ്, ഞാൻ ബാറൂദി എന്നാ പറഞ്ഞേ. ഓക്കെ, ശുക്രൻ, അത് ഓർമ്മിച്ചു തന്നെ. അപ്പോ 1932 അഹമ്മദ് ഷൗക്കിയും ഹാഫിദ് ഇബ്രാഹിമും മരണപ്പെട്ടത്. അപ്പോ ആസാറുൽ അദബി അദ്ദേഹത്തിന്റെ
അതെ അതെ, മാറിയ പ്രശ്നമാവും, ശരിയാണ്. ശുക്രൻ, അത് ഓർമ്മിച്ച് നന്നായി. ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ ലൈവായിട്ട് ഞാൻ നോക്കുന്നുണ്ട്, ഒരു ഫോണിൽ ചാറ്റ് എടുത്ത് ഓപ്പൺ ചെയ്ത് വെച്ചേക്കാണ്. കാരണം നമ്മൾ ഇത് റെക്കോർഡിംഗ് ആയതുകൊണ്ട് നമ്മുടെ മനസ്സിൽ ആദ്യം കേൾക്കുന്ന കാര്യം പതി. അപ്പോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അപ്പോഴും തന്നെ ഒന്ന് പറഞ്ഞേക്കുന്നത് നല്ലതാണ്. ഞാൻ പരമാവധി അതിൽ മാത്രം ശ്രദ്ധിച്ചിരുന്നാൽ ക്ലാസ് മുന്നോട്ട് പോകില്ല. അതുകൊണ്ട് ഞാൻ രണ്ടും നോക്കുന്നുണ്ട്. ഇൻഷാ അള്ളാ. അടുത്ത ദീവാൻ. ദീവാൻ ഇദ്ദേഹത്തിന്റെ മഹാകാവ്യാണ്. 3 പാർട്ടുകളിലാണ് കേട്ടോ. സലാസത്തു അജ്സാൻ. അപ്പോ വലിയൊരു ദീവാനാണ് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ അൽ മൂജിസ് ഫിൽ ഇഖ്തിസാദ് സിയാസി എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം ഇദ്ദേഹം രചിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഒറ്റയ്ക്കല്ല രചിച്ചത്, മുഷ്തരിക്കൻ മാ ഖലീൽ മിത്രാൻ. ഖലീൽ മിത്രാനുമായിട്ട് ചേർന്നുകൊണ്ടാണ് ഈ ഒരു ഗ്രന്ഥം രചിച്ചത്. അൽ മൂജിസ് ഫിൽ ഇഖ്തിസാദ് സിയാസി. പിന്നെ അൽ ബുഅസ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം, അത് ഇദ്ദേഹം വിക്ടർ ഹ്യൂഗോ ഉണ്ടല്ലോ, വിക്ടർ ഹ്യൂഗോ, അദ്ദേഹത്തിന്റെ ഗ്രന്ഥം തർജ്ജമ ചെയ്തതാണ്. അടുത്ത ലയാലി സത്തീഹു എന്ന് പറയുന്ന ഒരു ലയാലി സത്തീഹ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം, അത് നഖദുൽ ഇജ്തിമാഇയാണ്. കാരണം സാമൂഹിക വിമർശനം. നമുക്കറിയാലോ ഇദ്ദേഹം ഷാഇറു ശഅബ് അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ സമൂഹത്തിന്റെ എല്ലാ കാര്യങ്ങളും ഇദ്ദേഹം ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ വെറുതെ നിലകൊള്ളുന്ന ആളല്ല, എല്ലാ സമൂഹത്തിലുള്ള എല്ലാത്തിനെതിരെയും ഇദ്ദേഹം ഇതാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു നഖ്ദുൽ ഇജ്തിമാഇയാണ് ലയാലി സത്തീഹ് എന്നുള്ള ഗ്രന്ഥം. അടുത്ത കുത്തൈബൻ ഫി തർബിയത്തുൽ അവ്വലിയ എന്ന് പറയുന്ന ഗ്രന്ഥം. ഇത് ഫ്രഞ്ചിൽ നിന്ന് അറബിവൽക്കരിച്ച ഗ്രന്ഥമാണ് കേട്ടോ. ഫ്രഞ്ചിൽ നിന്ന് അറബിലേക്ക് ചെയ്ത കുത്തൈബൻ ഫി തർബിയത്തുൽ അവ്വലിയ എന്നുള്ള ഗ്രന്ഥമാണ് ഇദ്ദേഹത്തിന്റെ. എന്താണ് ചെയ്തത്? ഖുറാദബിയ. അപ്പൊ ഇത് ക്ലിയർ ആണോ? 3 പേര് ക്ലിയർ ആണോ? യെസ്. അപ്പൊ ഖലീൽ മുത്രാൻ. ഖലീൽ മുത്രാൻ ഹുവ ഖലീൽ ഇബ്നു അബ്ദു ഇബ്നു യൂസുഫ് മുത്രാൻ. ഇത് മുഴുവൻ പേരാണ്. മുഴുവൻ പേര് പഠിക്കേണ്ട ആവശ്യമില്ല, ഖലീൽ മുത്രാൻ എന്ന് തന്നെ പഠിച്ചാൽ മതി. വിലുദ ഫിൽ അവൽ മിൻ യൂലിയോ. ജൂലൈ 1 ജനിക്കുന്നത്. 1872 ജനിക്കുന്നത്. ബാലബക്കിലാണ്, ലബനാനിലെ ബാലബക്കിലാണ് ഇദ്ദേഹം ജനിക്കുന്നത്. കാനത്ത് ഉമ്മുഹു ഷാഇറ ഫിലസ്തീനിയ. അദ്ദേഹത്തിന്റെ ഉമ്മ ഒരു ഫലസ്തീനി കവയത്രിയായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും മകൻ ആ ഒരു ഇൻഫ്ലുവൻസ് അതിലുണ്ടാവും. പിന്നെ യുലഖബു ബി ഷാഇറുൽ ഖുത്രൈൻ. ഷാഇറുൽ ഖുത്രൈൻ എന്ന് അറിയപ്പെടുന്നുണ്ട്. ഷാഇറുൽ ഖുത്രൈൻ 2 ഭാഗങ്ങളുടെ 2 പ്രദേശങ്ങളുടെ കവി എന്ന് അറിയപ്പെടുന്നുണ്ട്. പക്ഷെ ഇദ്ദേഹത്തിന് വേറെ വിശേഷണം കൂടി ഉണ്ട്. അത് ഞാൻ പിന്നീട് അടുത്ത സ്ലൈഡ് ഞാൻ ചർച്ച ചെയ്യുന്നുണ്ട്. അതിന്റെ അങ്ങനെ മാറാൻ കാര്യമുണ്ട്. ഇതിപ്പോ ഇയർ പഠിക്കേണ്ട ആവശ്യം കൂടുതലും വരില്ല. ഞാൻ അത് പറഞ്ഞതേ ഉള്ളൂ. കാരണം ഏതെങ്കിലും ഒരു വിധത്തില് ഇനിയിപ്പോ ചിലപ്പോ കുറെ ഇയർ തന്നിട്ട് അത് മാച്ച് ചെയ്യാൻ അങ്ങനെയൊക്കെ വരാൻ ചാൻസ് ഉണ്ടോ, എങ്ങനെ ആവും എന്നറിയില്ലല്ലോ PSCയുടെ രീതി. അപ്പൊ അതുകൊണ്ട് ഞാൻ ഉൾക്കൊള്ളിക്കാതിരുന്ന് എന്തെങ്കിലും നഷ്ടപ്പെട്ട് പോയാലോ എന്ന് കരുതി ഉൾക്കൊള്ളിച്ചതാണ്. ലബനാൻ. ഇദ്ദേഹത്തിന്റെ സ്ഥലം പഠിക്കുക, എല്ലാരെയും സ്ഥലം പഠിക്കുക കേട്ടോ. ജനിച്ച സ്ഥലം. അപ്പോഴങ്ങനെ ജനിച്ച സ്ഥലം വെച്ച് കുറെ പേരെ ഇങ്ങനെ ഐഡന്റിഫൈ ചെയ്ത് ഇങ്ങനെ നമ്മുടെ മനസ്സിൽ തന്നെ ഒരു മൈൻഡ് മാപ്പ് ചെയ്ത് മാറ്റി വെച്ചേക്കണം. പിന്നെ ചില ആളുകളുണ്ട് ഇങ്ങനെ നാട് വിട്ടൊക്കെ പോകുന്ന ആൾക്കാരുണ്ട്, അതുപോലെ പാലനം ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് ശ്രദ്ധിച്ച് പഠിക്കണം. പിന്നെ ചില ആളുകൾ പോയി മരിക്കുന്ന സ്ഥലത്തായിരിക്കും അദ്ദേഹത്തെ അടക്കപ്പെടുന്നത്. അങ്ങനെ ചില ആളുകളുണ്ട്, അത് നമ്മളിപ്പോ പറയും കേട്ടോ. അപ്പോ ബാലബക്കില് ആണ് അദ്ദേഹം ജനിക്കുന്നത്, ലബനാനിൽ. പിന്നെ ഷാഅൽ ഖുത്രൈൻ എന്ന് പറയുന്നു. ആ 2 പ്രദേശങ്ങൾ ഏതെന്ന് ചോദിച്ചിട്ടുണ്ട് PSCക്ക്. മിസ്റും ലബനാൻ. അതാണ് ഓർഡർ ചെയ്യാൻ പറ്റും. അങ്ങനെ ഓർഡറിലാക്കാനൊക്കെ തരാറുണ്ട്. ഓക്കെ, ശുക്രൻ. ഫൗസിയ പറഞ്ഞു. അപ്പോ ഷാൽ ഖുത്രൈൻ എന്ന് അറിയപ്പെടുന്നുണ്ട്. അത് ഉദ്ദേശിക്കപ്പെടുന്ന ഏതൊക്കെ സ്ഥലങ്ങളാണ്? മിസ്റും ലബനാനും ആണ്. പിന്നീട് ഇദ്ദേഹം വേറൊരു പേരിൽ അറിയപ്പെടുന്നുണ്ട്, അതിന്റെ കാര്യം ഞാൻ പറയാം. അപ്പോ ഇത് 2 ക്ലിയർ അല്ലേ? 2 സ്ഥലങ്ങളാണ്, ഇത് നോട്ട് ചെയ്യുക. ഇപ്പൊ ഷാൽ ഖുത്രൈൻ എന്ന് അറിയപ്പെടുന്നുണ്ട്. ഇൻതഖല ഇല പാരീസിലേക്ക് ഇദ്ദേഹം പോകുന്നുണ്ട് 1890. അത് ഇയർന്നും ഞാൻ ഇങ്ങനെ പറഞ്ഞു പോയേ ഉള്ളൂ. തുർക്കിയ. അപ്പൊ അവിടെ പോവുകയും ഫ്രഞ്ചിലെ ഒരുപാട് കൃതികൾ അദ്ദേഹം പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി അദ്ദേഹം അക്കിഫ എന്നാണ് പറഞ്ഞത്. അദ്ദേഹം ഭജന വിരുന്ന പോലെ അങ്ങനെ ഇരുന്ന് പഠിച്ചു എന്നാണ് പറയുന്നത്. വത്തസ്ല ബിൽ ഹർക്കത്തിൽ വസനിയ തുർക്കിയ. അപ്പോ തുർക്കിയുടെ ഒരു
വലിയൊരു വിപ്ലവത്തിൽ ഇദ്ദേഹം, ഒരു മൂവ്മെന്റിൽ ഇദ്ദേഹം പങ്കെടുത്തു. അപ്പൊ തുർക്കി അൽ ഫത്താത്ത് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിലാണ് ഇദ്ദേഹം ജോയിൻ ചെയ്തത്. ഹാജറ ഇല മിസ്ര സന ആൽഫ സമാനിമ ഇസ്ന വത്തിസൈൻ 1892 ഇദ്ദേഹം ഈജിപ്തിലേക്ക് പാലായനം ചെയ്യുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഒരാൾ ജനിക്കുന്ന സ്ഥലത്തായിരിക്കില്ല, അവരിങ്ങനെ ഇപ്പോ ലബനാനിലായിരുന്നു, പാരീസിലേക്ക് പോയി, പിന്നെ മിസ്റിലേക്ക് പോയി. അപ്പൊ ഇത് ആലോചിച്ച് വെക്കുക. ബദ ഹയാത്തഹു ഫി മിസ്ർ സഹാഫിയൻ ബി ജരീദത്തി അൽ അഹ്റാം. അഹ്റാം, അഹ്റാം ഇതൊന്ന് ശ്രദ്ധിക്കുക. അഹ്റാം പത്രത്തിന്റെ പത്രാധിപരായിട്ടാണ് ഇദ്ദേഹത്തിന്റെ ഈ മിസ്റിലെ ജീവിതം തുടങ്ങുന്നത്. അഹ്റാം, അഹ്റാം ഈജിപ്തുമായിട്ട് നമ്മൾ ചേർത്ത് വെക്കാൻ പറ്റുന്നല്ലേ അഹ്റാം, പിരമിഡുകൾ, പിരമിഡുകൾ. സുമ്മ റഅസ തഹരീരിഹ കമാ അൽ മുഅയ്യദ്. അതുപോലെ അതിന്റെ പിന്നീട് അതിന്റെ തഹരീർ, അതിന്റെ എഡിറ്ററായിട്ടും പിന്നീട് അതുപോലെ മുഅയ്യദ് പത്രത്തിന്റെയും അൽ ലിവാഇന്റെയും എഡിറ്ററായിട്ട് ഇദ്ദേഹം വരുന്നുണ്ട്. മുഅയ്യദ്, ലിവാ, അഹ്റാം. മുഅയ്യദ്, ലിവാ, അഹ്റാം. ക്ലിയർ അല്ലേ? ആ ഓക്കെ. അപ്പൊ നമ്മളിങ്ങനെ ചിന്തിച്ചാൽ മതി, ഒരു ലിവ, ഒരു കൊടി ഇങ്ങനെ ഒരു പിരമിഡിന്റെ മുകളിലുള്ളതായിട്ട് ഇങ്ങനെ സങ്കല്പിച്ച് വെക്കാൻ മതി അല്ലെ? ആ പിരമിഡിന് ഒരു ശക്തി നൽകിക്കൊണ്ട്. അപ്പൊ ഇത് ശക്തിപ്പെടുത്താനായിട്ട് ഒരു ലിവ പിരമിഡിന്റെ മുകളിൽ ഇരിക്കുന്നതായിട്ടൊന്ന് സങ്കല്പിച്ചാൽ ഓർത്ത് വയ്ക്കുക. കണക്ട് ചെയ്ത് മാക്സിമം പഠിക്കുക. പിന്നെ കണക്ട് ചെയ്യുന്ന സമയത്ത് രണ്ട് വാക്കുകൾ ഉണ്ടെങ്കിൽ, ഇപ്പൊ ഉദാഹരണം നമ്മൾ കഴിഞ്ഞ ദിവസം ജംഷീദ് സാർ പറഞ്ഞൊരു കാര്യമാണ് ഗുലാമുൽ ഖത്തീൽ, ഗുലാമുൽ ലാഹി. അപ്പൊ ചില ആളുകൾ എന്ത് ചെയ്യും, ഗുലാമിനെ വെച്ച് അങ്ങ് കണക്ട് ചെയ്തങ്ങ് വെക്കും എല്ലാം. പക്ഷെ ചോദിക്കുന്നത് എന്താവും, അതിൽ 4 ഗുലാം കാണും ആ ഒരു ക്വസ്റ്റ്യനില്. അപ്പം ഗുലാമുൽ ഖത്തീൽ എന്ന് പറയുന്നത് വേറെ ആളാണ്. അതുപോലെ ഗുലാമുൽ ലാഹി ഇമ്രുൽ ഖൈസ്. അപ്പൊ നമ്മളിങ്ങനെ ഓരോന്നും നമ്മൾ എന്താണ് വേർതിരിച്ച് പഠിക്കുക, അതുപോലെ കണക്ട് ചെയ്ത് വെക്കുക മനസ്സിലായി. ഗുലാമുൽ ഖത്തീൽ ആരാണ്? യെസ്, തറഫത്തുൽ അബ്ദ്. കാരണം ചെറുപ്പത്തിൽ മരണപ്പെട്ട കാര്യം നമ്മൾ അറിയാം. ഗുലാമുൽ ലാഹി, ഗുലാമുൽ ലാഹി, യെസ്, ഇമ്രുൽ ഖൈസ്. അപ്പൊ ഇതെങ്ങനെ കണക്ട് ചെയ്യും? കാരണം ഈ ഗുലാം വെച്ച് നമ്മൾ കണക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഖത്തീൽ എന്ന് പറയുമ്പോൾ ചെറുപ്പത്തിൽ മരണപ്പെട്ട ആളാണ്. അപ്പൊ എന്തായാലും ഇമ്രുൽ ഖൈസ് അല്ല നമുക്കറിയാം. ലാഹിന്റെ അർത്ഥം, അപ്പൊ അങ്ങനെയുള്ള വാക്കുകൾ മാത്രം അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റാത്തത്, നമുക്ക് ഒരു ആ പേര് വെച്ച് കണക്ട് ചെയ്യാൻ പറ്റാത്ത എന്ത് ചെയ്യണം, അർത്ഥം വെച്ച് കണക്ട് ചെയ്യാൻ പറ്റുമോ നോക്കണം. അർത്ഥം വെച്ച്. അപ്പൊ ലാഹി എന്ന് പറഞ്ഞാല് ആരെയും അവഗണിക്കുന്ന, ആരെയും മൈൻഡ് ചെയ്യാത്ത, കെയർലെസ് ആയ, ഹീൽലെസ് ആയ ഒരു വ്യക്തിയാണ് നമ്മൾ ലാഹി എന്ന് പറയുന്നത്. അപ്പൊ ഇമ്രുൽ ഖൈസ് അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിനെ വീട്ടിൽ നിന്ന് പുറത്താക്കിയത്. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാം ഇൻഷാ അല്ലാഹ്. ഓക്കെ, അപ്പൊ അടുത്ത പേജ് എടുക്കാമല്ലോ. ഇത് ക്ലിയർ അല്ലേ? അഹ്റാം, മുഅയ്യിദ്, ലിവാ, ഖലീൽ മുത്ര. അടുത്ത പേജ് ഖാമ ബി ഇൻഷാഇ അൽ മജല്ലത്തുൽ മിസ്രിയ. അപ്പോ മജല്ലത്തുൽ മിസ്രിയ, അതുപോലെ അൽ ജവാഇബുൽ മിസ്രിയ. അപ്പൊ ഈ പത്രങ്ങളൊക്കെ അദ്ദേഹം പിന്നീട് അപ്പൊ ഈ പത്രങ്ങളെയൊക്കെ ഇദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട് കേട്ടോ. അൽ മജല്ലത്തുൽ മിസ്രിയ ആദ്യം, പിന്നീട് ജരീദ ജവാഇബുൽ മിസ്രിയ. ഒന്ന് മജല്ലയാണ്, ഒന്ന് ജരീദയാണ്. പിന്നെ ഇതാണ് ഞാൻ കുറച്ചും പറഞ്ഞു, ഷാൽ ഖുത്രൈൻ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ ഷാൽ അഖ്താർ അറബിയ എന്ന് പറയുന്നത് ഖലീൽ മുത്രാനാണ്. അപ്പൊ ഇതിന്റെ കാരണം എങ്ങനെ അറിയോ? ആദ്യം ഷാൽ ഖുത്രൈൻ എന്നാണ് അറിയപ്പെട്ടത്. പക്ഷേ ബാദ വഫാത്ത് ഹാഫിദ് ഷൗഖി, ഹാഫിദ് ഇബ്രാഹിം, അതുപോലെ അഹ്മദ് ഷൗഖി, ഇവര് മരണപ്പെട്ടതിന് ശേഷം എന്ത് ചെയ്തു, ഷാൽ ഖുത്രൈൻ എന്നുള്ളത് മാറിയിട്ട് പിന്നീട് ഇദ്ദേഹം മാത്രമായല്ലോ. അപ്പൊ ഷാൽ അഖ്താർ അറബിയ എന്ന് മാറി പിന്നീട്. ക്ലിയർ അല്ലേ? ഷാൽ ഖുത്രൈനും ഷാൽ അഖ്താർ അറബിയയും ഇദ്ദേഹം തന്നെയാണ്. പക്ഷേ ഇവരുടെ മരണശേഷം മാത്രം, ഈ രണ്ടുപേർ പ്രഗത്ഭരുടെ മരണശേഷമാണ് ഇദ്ദേഹത്തിന് ആ ഒരു പദവി കിട്ടിയത്, ഷാൽ അഖ്താർ അറബിയ എന്നുള്ള പദവി. അടുത്ത അദ്ഖല അശ്ശഅറ, കവിതയിൽ അദ്ദേഹം പ്രവേശിച്ചാൽ ഖസസി വതസ്വീരി ലിൽ അദബിൽ അറബി. അപ്പോ ഒരു കവിതയിൽ തന്നെ നമുക്കൊരു വലിയ ഒരു പിക്ചർ കാണുന്ന പോലെ ഒരു രൂപം, അല്ലെങ്കിൽ അതിലൂടെ തന്നെ ഒരു കഥ പറയുന്ന രൂപം. സാധാരണ കവിതയിൽ അങ്ങനെ ചെയ്യാറില്ല. ഒരു കാര്യം പറഞ്ഞ് പിന്നെ അടുത്ത കാര്യത്തിലേക്ക് പോകുന്നതാണ്. പക്ഷെ ഒരു കഥ പോലെ പറയുന്ന ഒരു രീതി കവിതയിൽ കൊണ്ടുവന്നു. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഒരു പ്രസിദ്ധമായ ഒരു കവിതയാണ്
അൽ മസാ, അൽ മസാ, മറന്നു പോയത് അൽ മസാ. ഇതിന്റെ വരി ഞാൻ ഉൾക്കൊള്ളിച്ചില്ല, കാരണം അത് ഇമ്പോർട്ടന്റ് ഇല്ല, വെറുതെ PPT-യിൽ സ്ഥലം നഷ്ടപ്പെടുത്തണ്ടെന്ന് കരുതി. തൂഫി സന അൽഫ തിസ്അമിഅ 1949 മീലാദിയിലാണ് ഇദ്ദേഹം മരണപ്പെടുന്നത്. അടുത്ത ഇദ്ദേഹത്തിന്റെ കവിതകളാണ്. അൽ മസാ, മസാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. പിന്നെ മൗത്തുൻ അസീസ്, അൽ അസദുൽ ബാക്കി, മൗത്തുൻ വസീർ ആണോ, മൗത്തുൻ അസീസ് ആണോ, മൗത്തുൻ വസീർ ആണോ, ഞാനൊന്ന് നോക്കട്ടെ, ജസ്റ്റ് ഒന്ന്. അസീർ അല്ലേ? വസീർ ആണ്. മൗത്തുൻ വസീർ. യെസ്. അപ്പോ അതാണ് ഞാനിങ്ങനെ ഡൗട്ട് വന്നിട്ട് ചോദിച്ചാണ്, കാരണം പിന്നീട് നമ്മൾ ഇങ്ങനെ പഠിച്ചു വെച്ചാലേ ബുദ്ധിമുട്ടല്ലേ. പിന്നെ അൽ അസദുൽ ബാക്കി, വഫാ, അൽ ജനീനു ഷഹീദ്. അപ്പൊ ഇതെല്ലാം ഇദ്ദേഹത്തിന്റെ കവിതയിൽപ്പെട്ടതാണ്. അതിൽ ഏറ്റവും പ്രസിദ്ധമായത് അൽ മസ ആണ്. പിന്നെ മുഅല്ലഫാത്തുൽ മഷ്ഹൂർ നമ്മൾ കുറച്ചും പറഞ്ഞല്ലോ. അൽ മൂജിസു ഫിൽ ഇഖ്തിസാദ് സിയാസിയ. ഇത് ആരുമായിട്ട് ചേർന്നാണ് ഇദ്ദേഹം രചിച്ചത്? ആരുമായിട്ട് ചേർന്നുകൊണ്ടാണ്? മുസ്തരിക്കൻ യെസ്, മുബാറക്കയാണ് ആദ്യം പറഞ്ഞത്. മുബാറക്ക, അഷ്റഫ്, ഹസീന, മിസ്രിയ, നൗഷിദ. ഓക്കെ, ശുക്രൻ ജസീൽ, ജസാക്കുമുല്ലാഹ് ഖൈറ. അപ്പോ അദ്ദേഹമായിട്ട് ചേർന്നാണ് ഇദ്ദേഹം രചിച്ചത്. പിന്നെ അതുപോലെ ആസാർ ബാലബക്ക്, ഇദ്ദേഹം എവിടെയാ ജനിച്ചത്? ലബനാനിലെ ബാലബക്കിലാണ്. ലബനാനിലെ ബാലബക്കിലാണ്. അപ്പൊ അതുകൊണ്ട് ആസാർ ബാലബക്ക് എന്ന് പറയുമ്പോൾ ഓർത്ത് വെക്കാലോ, ആരുടെ കൃതിയാണ്? ഖലീൽ മുത്രാന്റെ ആണ്. അത് മിർആത്തുൽ അയ്യാം ഫി മുൽഖിസ് താരീഖ് അൽ ആം, ഇത് ഇദ്ദേഹത്തിന്റെ ഗ്രന്ഥമാണ്. ശുക്രൻ ജസീലൻ, എല്ലാവരും പറഞ്ഞു. ലബനാൻ, അതുപോലെ ബാലബക്ക്. ഞാൻ ഈ പേര് ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് അത് ചോദിച്ചത്. എന്നാൽ ലബനാൻ എന്നുള്ളത് മറക്കരുത്. പിന്നെ തർജമ ഇദ്ദത്ത മസ്റഹിയാത്തി ഷേക്സ്പിയറിന്റെ ഒരുപാട് മസ്റഹിയാത്ത് ഇദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഞാൻ ഇത് ബാക്കി നിങ്ങൾക്ക് കാണാൻ തന്നെ മനസ്സിലാവും. ഇതില് ഉത്തയിൽ എന്ന് പറയുന്നത് എന്താ? ഒതല്ലോ. മാക്ബത്ത് ആണ്. ഹാംലെറ്റ് ആണ്. അപ്പൊ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഷേക്സ്പിയറിന്റെ ഇതാണ്. അപ്പൊ നമുക്ക് ഹലിമത്താണ് ഓർക്കാം. പക്ഷെ താജൽ ബുന്ദുക്കിയ പറയുമ്പോൾ പലരും അത് ഷേക്സ്പിയറിന്റെ ആണെന്ന് ചിന്തിക്കൂല. അത് ഏതാണ്? മെർച്ചന്റ് ഓഫ് വെനീസ് ആണ്. സെറ്റല്ലേ? മെർച്ചന്റ് ഓഫ് വെനീസ്, താജൽ ബുന്ദുക്കിയ. ബാക്കിയെല്ലാം നമുക്ക് ഷേക്സ്പിയറിന്റെ. അപ്പൊ ഷേക്സ്പിയറിന്റെ ഈ ഒരു നാടകങ്ങൾ അപ്പൊ നാടകങ്ങളെല്ലാം ആരാ ട്രാൻസ്ലേറ്റ് ചെയ്തെന്ന് ചോദിച്ചാൽ ആരാ? ഖലീൽ മുത്രാനാണ്. ഓക്കെ, ക്ലിയർ. അപ്പൊ ഈ പേജ് ക്ലിയർ ആണോ? അടുത്തത് യെസ്, ശുക്രൻ. അടുത്ത മഅറൂഫ് അർ-റുസാഫി ഹുവ മഅറൂഫ് ഇബ്നു അബ്ദുൽ ഗനി ഇബ്നു മഹ്മൂദ് അൽ ജിബാരി. മുഴുവൻ പേര് പഠിക്കണ്ട, കേട്ട് പേടിക്കാൻ വേണ്ട. മഅറൂഫ് റുസാഫി എന്നെ ചോദിക്കും. റായിദ് ശുഅറാഇൽ ഇറാഖിയീൻ, ഇറാഖിയങ്ങളിലെ റായിദ് ശുഅറ എന്നറിയപ്പെടുന്ന ആരാണ്? മഅറൂഫ് റുസാഫിയാണ്. റായിദ് ശിഅർ അറബിയിൽ ഹദീസ് ആരാണ്? അടുത്തത് യെസ്, ശുക്രൻ. ആദ്യം ഫാത്തിമത്തുൽ നസാത്ത് അല്ലേ? മുബാറക്ക, ഖദീജത്തുൽ കുബറ, അഫ്സത്ത്, നൗഷിദ, അഷ്റഫ്, ഫൗസിയ. ഓക്കെ, ശുക്രൻ ജസീല. അപ്പോ അടുത്തത് റായിദ് ശിഅർ മസ്റഹി ആരാണ്? ഓക്കെ, അഹ്മദ് ഷൗക്കി, ഹസീന, മുബാറക്ക. മാഷാഅല്ലാ, എല്ലാം വളരെ പെട്ടെന്നാണ്. മാഷാഅല്ലാ, ശുക്രൻ ജസീല. ഹാഫിദ് അല്ല കേട്ടോ, ഹാഫിദ് അല്ല, ഒരാൾ ഹാഫിദ് എന്ന് പറഞ്ഞു. ഷൗക്കിയാണ്. യെസ്. അപ്പോ റായിദ് ശുഅറ ഇറാഖിയിലാണ് ആര്? മഅറൂഫ് റുസാഫി. ഫിൽ ഖർനൈൻ അൽ മാദിൻ, ഈ 2 നൂറ്റാണ്ടുകളിലെ വെച്ചിട്ടാണ്. കാരണം ഇനി ആരെങ്കിലും വരുന്നുണ്ടോ അറിയില്ല. അപ്പൊ 2 നൂറ്റാണ്ടുകളിലെ റായിദ് ശുഅറ ഇറാഖി എന്നറിയപ്പെടുന്നത് ആരാണ്? മഅറൂഫ് റുസാഫിയാണ്.
വുലിദ ഫി മദീനത്തി റുസാഫ. റുസാഫ എന്ന് പറയുന്ന പട്ടണത്തിലാണ് ഇദ്ദേഹം ജനിച്ചത്. ആ പട്ടണം എവിടെയാണെന്ന് ചോദിച്ചാൽ ബഗ്ദാദിലാണ്. ബഗ്ദാദിലെ റുസാഫയിലാണ് ജനിച്ചത്. അതാണ് അത് ചേർത്തിക്കൊണ്ടാണ് എന്തെന്ന് പറഞ്ഞത്, റുസാഫി എന്ന് പറഞ്ഞത്. ഇനി ഈ മഅറൂഫ് എന്ന പേര് വന്നത്, അപ്പൊ ഇത് എല്ലാം ചേർക്കപ്പെട്ടതാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം നമുക്ക്. അപ്പൊ റുസാഫയിലേക്ക് ചേർത്തിക്കൊണ്ട് റസാഫി എന്നും മഅറൂഫ് എന്ന പേര് കിട്ടാൻ കാര്യമുണ്ട്, പറയാം. ഇത്തസല ബി ഷെയ്ഖ് അൽ അല്ലാമ മുഹമ്മദ് ശുക്രി അൽ ആലൂസി. മുഹമ്മദ് ശുക്രി അൽ ആലൂസിയുടെ അത് ഇദ്ദേഹത്തിന്റെ ഗുരുനാഥനാണ്. അപ്പൊ ഇദ്ദേഹത്തിന് കീഴിൽ ഇദ്ദേഹം ഒരുപാട് നാൾ പഠിച്ചു. വലാസമഹു ഇസ്നത്തൈ അശറത സന. ഏകദേശം 12 വർഷത്തോളം ഇദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹത്തിന്റെ കീഴിൽ പഠിച്ചു. അപ്പോഴ് തമാഹു ഷെയ്ഖഹു അൽ ആലൂസി, അദ്ദേഹത്തിന്റെ ഗുരുനാഥനായ ആലൂസിയാണ് ഇദ്ദേഹത്തിന് എന്ത് പേരിട്ടത്, മഅറൂഫ്. മഅറൂഫ് എന്ന പേരിടുന്നത് ആലൂസിയാണ് കേട്ടോ. ആലൂസിയാണ് മഅറൂഫ് എന്ന പേരിട്ടത്. ആ പേരിടാൻ ഒരു കാര്യമുണ്ട്. കാരണം മഅറൂഫ് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ നന്മകളാണ്. അപ്പോ ഇദ്ദേഹത്തിന് ആകൃഷ്ടനായ ഗുരുനാഥൻ ഭാവിയിൽ നന്മ ചെയ്യാൻ, നന്മയിൽ ഇദ്ദേഹം വ്യാപൃതനാവാൻ വേണ്ടി എന്താ ആ പേരിട്ടതാണ് മഅറൂഫ് എന്നുള്ള പേര്. അപ്പൊ നാടിന്റെ നന്മ, ഇപ്പൊ നാടിൻ നന്മകൻ എന്ന് പറയല്ലോ. അപ്പൊ അതുപോലെ നാടിന്റെ നന്മ എന്നുള്ളൊരു പേരിൽ അദ്ദേഹത്തെ പേരിട്ടാണ്. അപ്പൊ അങ്ങനെ പിൽക്കാലത്ത് അദ്ദേഹമായി വരാൻ വേണ്ടി. ശരിക്കുള്ള പേര് ഇവിടെ പറഞ്ഞല്ലോ, മഅറൂഫ് എന്ന് തന്നെ അറിയപ്പെട്ടെ. കാരണം കുട്ടിക്കാലം മുതലേ. ശരിക്ക് വേറെ ഏതെങ്കിലും പേരുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ വേണമെങ്കിൽ അന്വേഷിച്ചിട്ട് പറയാം. നമ്മൾ ഇതാണ് ഇതിൽ ചോദിക്കുന്നത്. പിന്നെ മുഴുവൻ പേര് പോലും ചോദിക്കാറില്ല, മഅറൂഫ് റസാഫി എന്നേ പറയുള്ളൂ കേട്ടോ. അപ്പൊ അതിൽ കൂടുതൽ ബോധടാവുണ്ട് ഇൻഷാ അല്ലാഹ്. ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് പറഞ്ഞുതരാം. പിന്നെ കാനത്ത് ബൈനഹു ബൈന അസ്സഹാവി മുനാഫസാത്ത് വ മുഹാജത്ത്. അപ്പോ സഹാവിയുമായിട്ട് ഇദ്ദേഹം എന്ത് ചെയ്തു, ചെറിയ തർക്കങ്ങളൊക്കെ നടന്നിട്ടുണ്ട് സഹാവിയുമായിട്ട്. പിന്നെ കാന ഗൈറ മുതസവ്വിജ് തൂല ഹയാത്തിഹി വതൂഫി ഫഖീറൻ ഫി ബഗ്ദാദ്. ജീവിതത്തിലുടനീളം ഇദ്ദേഹം കല്യാണം കഴിച്ചിട്ടേ ഇല്ല. അങ്ങനെ തന്നെയാണ് ഇദ്ദേഹം മരണപ്പെടുന്ന അവസ്ഥയിൽ വളരെ ദാരിദ്ര്യത്തിലായിരുന്നു അദ്ദേഹം. ഇദ്ദേഹം എവിടെ തന്നെയാണ് മരണപ്പെട്ടതും, ബഗ്ദാദിൽ തന്നെയാണ്. ജനിച്ചത് ബഗ്ദാദിലാണ്, റുസാഫയിലാണ്. മരിച്ചതും ബഗ്ദാദിൽ തന്നെയാണ്. 1945 ഇദ്ദേഹം മരണപ്പെടുന്നത്. ഇദ്ദേഹം സ്ഥാപിച്ച പത്രമാണ് അൽ അമൽ. ലുഖിബ ബി ഷാഇറിൽ ബുഅസാ. ഈ ബുഅസാ എന്ന് പറഞ്ഞാൽ എന്താണ്, വിഷമങ്ങൾ അനുഭവിക്കുന്ന, ദുരിതങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണ്. ഇപ്പൊ ഷാഇർ ബുഅസാ എന്നറിയപ്പെടുന്നത് മഅറൂഫ് റസാഫിയാണ്. അപ്പൊ നമുക്ക് കാരണം ഇനി പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇദ്ദേഹം വളരെ നിരാശ, പാവങ്ങൾ. അപ്പോ നിരാശ, ഇപ്പൊ ബേഴ്സ എന്ന് വെച്ചാൽ പാവങ്ങൾ. അപ്പോ അതിന് ഇപ്പൊ കാരണം ഇനി പറയണ്ടല്ലോ. ഇദ്ദേഹം മരിച്ചത് പോലും എങ്ങനെയാണ്, ഫക്കീർ ആയിട്ടാണ്. അപ്പോ സ്വാഭാവികമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കണക്ട് ചെയ്യുന്ന കുറെ ഫാക്ടേഴ്സ് ഉണ്ടാവും. അപ്പൊ നമ്മൾ ദുരിതത്തിലാവുമ്പോൾ ബാക്കി ദുരിതം അനുഭവിക്കുന്നവരെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. അപ്പൊ അവരുടെ വിഷമങ്ങളിൽ പങ്കുകൊള്ളു. അങ്ങനെ അവരുടെ ആളായി മാറും. അങ്ങനെയാണ് എന്തായത്, ഷാൽ ബുഅസ ആയി മാറിയത്. അതുപോലെ ഇർഷാദ് എന്ന മാസികയുടെ എഡിറ്റർ ആയിരുന്നു. ഇർഷാദ് എന്ന മാസികയുടെ എഡിറ്റർ ആരാണ്, മഅറൂഫ് റസാഫിയാണ്. അപ്പൊ ഇദ്ദേഹം ആരംഭിച്ച പത്രമാണ് അൽ അമൽ, പ്രതീക്ഷ അല്ലെ, പ്രതീക്ഷ. അപ്പോ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ദാരിദ്ര്യം ആണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ പ്രതീക്ഷ ഒന്നും അസ്ഥാനത്തിലായില്ല. കാരണം ഇന്നും നമ്മൾ ഇവിടെ വെച്ച് നമ്മുടെ കേരളത്തിൽ നിന്നുകൊണ്ട് നമ്മൾ അദ്ദേഹത്തെ പറ്റി ചർച്ച ചെയ്യണം. അപ്പോ ഇത് ക്ലിയർ അല്ലേ എല്ലാം? റുസാഫിൽ ജനിച്ചുകൊണ്ട് റുസാഫ് എന്ന പേര് വന്നു. റുസാഫ് എന്ന പേര് ആലൂസിയാണ് നൽകിയത്. സഹാവിയുമായിട്ട് ഇദ്ദേഹം ഈ മുഹാജത്ത് നടന്നിട്ടുണ്ട്. അൽ അമൽ എന്ന പത്രത്തിന്റെ സ്ഥാപകൻ ഷാർ ബസാർ എന്നറിയപ്പെടുന്ന ആള്. അതുപോലെ മജല ഇർഷാദിന്റെ എഡിറ്റർ. ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? ഓക്കെ, ശുക്രൻ. അടുത്തത് മുഅല്ലഫാത്തുൽ മശ്ഹൂറ, ഇദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഗ്രന്ഥങ്ങളാണ്. അപ്പൊ ഒന്ന് ദീവാൻ, ഇദ്ദേഹത്തിന്റെ റസാഫിയാണ്. റസാഫിയാത്ത് എന്നറിയപ്പെടുന്നത് ഇദ്ദേഹത്തിന്റെ ദീവാനാണ്, മഹാകാവ്യമാണ്. അർബഅത്ത് അബ്വാബ്, 4 പാർട്ടുകളിലാണ് കേട്ടോ. അപ്പൊ 4 പാർട്ടുകളിലാണ് ഇത് നിലകൊള്ളുന്നത്.
സർ വോയിസ് പോയോ? സർ മ്യൂട്ടായോ? സർ മ്യൂട്ടായി പോയോ? സർ ഇപ്പൊ ക്ലിയർ ആയോ? ഇപ്പൊ വോയിസ് ഓക്കെ. ഇത്രയും നേരം വോയിസ് ഉണ്ടായില്ല. സ്ക്രീൻ നേരത്തെ തൊട്ടുണ്ടായി. ഓക്കെ. അതെന്താണെന്നറിയോ, ഹെഡ്സെറ്റിന്റെ ചാർജ് തീർന്നു. അത് പിന്നെ ഞാൻ സർ അറിഞ്ഞില്ല. ഒരു മിനിറ്റ് കേട്ടോ. സാറിന്റെ റൂമില് ക്ലിയർ ഉണ്ടോ? ക്ലിയർ ആണോ ആൾക്കാർ വോയിസ്? ക്ലിയർ ആണ്. ആൾക്കാർ ഉറങ്ങുന്നതുകൊണ്ട് സാർ പുറത്ത് വന്നാട്ടോ ക്ലാസ് എടുക്കും. അതുകൊണ്ടാണ്. ക്ലിയർ ആണ്. ഓക്കെ ശരി. അപ്പൊ ഇദ്ദേഹത്തിന്റെ റൊസാഫിയാത്ത് ഇദ്ദേഹത്തിന്റെ ദീവാനാണ്. പിന്നെ ഇദ്ദേഹത്തിന്റെ ലെക്ചറുകൾ നമ്മൾ പറഞ്ഞു. നഫ്ഹത്തീബ് ഫിൽ ഖിതാബ വൽ ഖതീബ് എന്നുള്ള ഗ്രന്ഥം. പിന്നെ ദുറൂസ് ഫി ആദാബി ലുഗത്തിൽ അറബിയ എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ ലെക്ചറുകളുടെ ഒരു ക്രോഡീകരണം. റസാലു തഅലീഖാത്ത് എന്ന് പറയുന്ന ഒരു നഖ്ദിലെ ഗ്രന്ഥം. പിന്നെ അലാ ബാബി സിജ്നി അബിൽ അല എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം ഇദ്ദേഹം രചിച്ചിട്ടുണ്ട്. അത് തോഹ ഹുസൈന്റെ മാ അബിൽ അല എന്ന് പറയുന്ന ഗ്രന്ഥമില്ലേ, അപ്പൊ അതിനെ ഖണ്ഡിച്ചുകൊണ്ട് ഇദ്ദേഹം രചിച്ച ഗ്രന്ഥമാണ്, മഅറൂഫ് റസാഫി രചിച്ച ഗ്രന്ഥമാണ് അലാ ബാബി സിജ്നി അബിൽ അല എന്നുള്ള ഗ്രന്ഥം. പിന്നെ അൽ അനാഷീദ് അൽ ഹയാത്ത് ഇദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ് അൽ അനാഷീദ് അൽ ഹയാത്ത്. പിന്നെ മുഹാദറാത്ത് ഫിൽ അദബിൽ അറബി, ഇത് നമ്മൾ കുറച്ചും പറഞ്ഞ പോലെ തന്നെ ഇദ്ദേഹത്തിന്റെ ഒരുപാട് ലെക്ചറുകൾ, ഇദ്ദേഹം ഒരുപാട് സ്ഥലത്ത് ഫാക്കൽറ്റി ആയിട്ട് പോയിട്ടുണ്ട്. അപ്പൊ അവിടുത്തെ എല്ലാ ലെക്ചറുകളുടെ ഒരു സമാഹാരമാണ് മുഹാദറാത്ത് ഫിൽ അദബിൽ അറബി. അപ്പൊ ക്ലിയർ ആണോ മഅറൂഫ് റസാഫി? യെസ്, ക്ലിയർ ആണ് അല്ലേ? അപ്പൊ അടുത്ത ആള് അബുൽ ഖാസിം അഷ്ശാബി. നമ്മൾ പറഞ്ഞു വളരെ ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ട ഒരു വ്യക്തിയാണ്. ഹുവ അബുൽ ഖാസിം അഷ്ശാബി. അബുൽ ഖാസിം അഷ്ശാബി ഷാഇറുൻ ട്യൂനിസിയുൻ മിൻ അസ്ൽ ഹദീസ്. ട്യൂണീഷ്യൻ കവിയാണ്, ഒരു ട്യൂണീഷ്യൻ കവിയാണ് അബുൽ ഖാസിം അഷ്ശാബി. വിലുദ ആം 1909 മീലാദിയ. അപ്പൊ 1909 ഇദ്ദേഹം ജനിക്കുന്നത് മദീനത്തി തൂനിസ് പട്ടണത്തിലാണ്. വിലായത്ത് തൂസ് എന്ന് പറയുന്ന സ്ഥലത്താണ്, അവിടുത്തെ പ്രവിശ്യയിലെ തൂനിസിലാണ് ജനിച്ചത്. യുലഖബു ബിശ്ശാഇൽ ഖളറാ, ഷാഇർ ഖളറാ എന്നറിയപ്പെടുന്നത് ആരാണ്? അബുൽ ഖാസിം അഷ്ശാബിയാണ്. അപ്പൊ നമുക്ക് അങ്ങനെ ആലോചിച്ച് വെക്കാം, കാരണം ഒരു പച്ചാട് നിന്ന സമയത്ത് തന്നെ അദ്ദേഹം എന്ത് ചെയ്തു? മരണപ്പെട്ടു പോയെന്ന് പറയാം. അപ്പൊ അങ്ങനെ ഒന്ന് ആലോചിച്ച് വെച്ചാൽ മതി ഷാഇർ ഖളറാ എന്നുള്ളത്. അപ്പൊ സാഹിബു ബൈത്ത് അഷ്ഷഹീർ, അദ്ദേഹത്തിന്റെ ഒരു പ്രസിദ്ധമായ ഒരു കവിതയുടെ ഒരു ഭാഗമാണ് ഇദ ശഅബു യൗമൻ അറാദൽ ഹയാത്ത് ഫലാ ബുദ്ദ അൻ യസ്തജീബ അൽ ഖദർ. അപ്പൊ ഒരാൾ ഉറച്ച ഒരു തീരുമാനം എടുത്തു, ഒരു ജനത തന്നെ ഉറച്ച് ജീവിക്കാൻ തീരുമാനിച്ചാൽ അതിനെ തടുക്കാൻ ഒന്നും കഴിയില്ല എന്നാണ്. അത് അദ്ദേഹത്തിന്റെ നിലപാടാണ്. അങ്ങനെ ഒരു കവിതയുടെ ഒരു ഭാഗം അത് പ്രസിദ്ധമാണ്. പിന്നെ ഫെബ്രുവരി 1929 ألقى الشابي أول محاضرة في حياته الأدبية في مكتبة الخديوية عن الخيال الشعري عند العرب. الخيال الشعري عند العرب എന്നുള്ള വിഷയത്തിൽ അപ്പോൾ ഖയാൽ അശ്ശഅരി അൻദൽ അറബ് ശഅരി അൻദൽ അറബ് എന്നുള്ള ഇതില് വിഷയത്തിൽ ഇദ്ദേഹത്തിന്റെ ഫസ്റ്റ് ലെക്ചർ നടത്തി 1929. പിന്നെ ഇസ്തഖ്ദമ ഉസ്ലൂബുൽ ഖിതാബ് ഫി ഖസായിദിഹി, നമ്മളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഉടനീളം ഇങ്ങനെ ഒരാൾ പറയുന്ന പോലുള്ള രീതിയാണ് ഇദ്ദേഹത്തിന്റെ കവിതയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്.
ഇസ്തഖ്ദമ അത്തശ്ഖീസ്, തശ്ഖീസ് ഒരുപാട് കവിതയിൽ കൊണ്ടുവന്ന വ്യക്തിയാണ്. ഇപ്പൊ ഏതുപോലെ വെച്ചാൽ ഐ യുഷ്ബിഹുൽ അഷ്യാ ബിൽ അഷ്ഖാസ്. അപ്പൊ ഓരോ കാര്യങ്ങളെയും ഓരോ വ്യക്തികളിലേക്ക് ചേർത്തിക്കൊണ്ട് പറയുന്ന ഒരു രീതി ഇദ്ദേഹത്തിനുണ്ട്. ക്ലിയർ അല്ലേ? അടുത്തത് 1929 മറള വാലിദുഹു വതൂഫി ഫി നഫ്സിലാം. 1929 നമ്മൾ നേരത്തെ പറഞ്ഞ ലെക്ചർ നടത്തിയതും 1929 അതേ വർഷം തന്നെയാണ് ഇദ്ദേഹത്തിന്റെ പിതാവ് മരണപ്പെട്ടു. എങ്ങനെ? രോഗം ബാധിച്ചുകൊണ്ട്. അപ്പൊ രോഗം ബാധിച്ചതും ആ പിതാവ് മരണപ്പെട്ടതും, അദ്ദേഹത്തിന്റെ പിതാവിന് രോഗം ബാധിച്ചതും അദ്ദേഹം മരണപ്പെട്ടതും, അതുപോലെ അദ്ദേഹം ഫസ്റ്റ് ലെക്ചർ നടത്തിയതും ഈ ഒരു വർഷത്തിലാണ്. അതോടുകൂടി അദ്ദേഹം നല്ല തളർന്നു പോയി. ഈ ഒരു വിഷയത്തോടു കൂടി അദ്ദേഹം വളരെ തളർന്നു പോയതായിട്ടാണ് ചരിത്രത്തിൽ പറയുന്നത്. നല്ല ബുദ്ധിമുട്ടായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പിന്നീട്. പിന്നെ ഒരു കൽബേ ഉള്ളൂ, തലഖുമുൽ ഖൽബ്. അപ്പോൾ ഇദ്ദേഹത്തിന് ഹൃദയ ആഘാതം ഉണ്ടായിട്ടാണ് ഇദ്ദേഹം മരണപ്പെടുന്നത്. ഹൃദ്രോഗം ബാധിച്ചാണ് അദ്ദേഹം മരണപ്പെടുന്നത്. വഹുവ ഫി 25 25-ാമത്തെ അദ്ദേഹത്തിന്റെ വയസ്സിലാണ് അദ്ദേഹം മരണപ്പെടുന്നത്. 1934. 32 ശേഷം, 32 മരണപ്പെട്ട രണ്ടുപേരുണ്ടല്ലോ, അതിനുശേഷം 2 വർഷം കഴിഞ്ഞപ്പോൾ ആര് മരണപ്പെട്ടു? അബുൽ ഖാസിം ഷാബി മരണപ്പെട്ടു. അപ്പൊ ഇദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഗ്രന്ഥങ്ങളാണ് അൽ ഈമാനു ബിൽ ഹയാത്ത് എന്നുള്ളൊരു ഗ്രന്ഥം. അൽ ഈമാനു ബിൽ ഹയാത്ത് ഫി മൗത്തി അബി, അദ്ദേഹത്തിന്റെ പിതാവിന്റെ മരണത്തില് അദ്ദേഹം ഇതാക്കി രചിച്ചാണ്. ആ മരണത്തില് മനം നൊന്തുകൊണ്ട് അദ്ദേഹം രചിച്ച കാര്യങ്ങളാണ്. ഇറാദത്തുൽ ഹയാത്ത് അതൊരു കവിതയാണ്. ജദ്വൽ ഹുബ്, പിന്നെ അയ്യുഹൽ ഹുബ്. അപ്പൊ ഹുബ്, ഹയാത്ത്, കണ്ടോ, ഇതെല്ലാം അദ്ദേഹം ആ ജീവിതത്തിലുള്ള ഒരു ഇത് എല്ലാത്തിലും ഏകദേശം അങ്ങനെയുണ്ട്. ഹയാത്തും ഹുബും ഉണ്ട്. ഈ അൽ ഈമാനു ബിൽ ഹയാത്ത്, ഇറാദത്തുൽ ഹയാത്ത്, അഗാനിൽ ഹയാത്ത്, അയ്യുഹൽ ഹുബ്, ജദ്വലുൽ ഹുബ്. അപ്പൊ ഈ അഗാനിൽ ഹയാത്ത് അദ്ദേഹത്തിന്റെ മരണശേഷം അഹ്മദ് സക്കി അബൂ ഷാദിയുടെ നേതൃത്വത്തിൽ പബ്ലിഷ് ചെയ്തതാണ് കേട്ടോ. അടുത്ത അൽ ഖയാനു ശഅരി ഇൻദൽ അറബ്, അത് ദിറാസത്തുൻ അദബിയാണ്. ദിറാസത്തുൻ അദബിയ, ഒരു സാഹിത്യ പഠന ഗ്രന്ഥമാണ്. പിന്നെ അൽ മഖ്ബറ എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ നോവലാണ്. അൽ മഖ്ബറ ഇദ്ദേഹത്തിന്റെ നോവലാണ്. ഹൃദയം വലുതാകുന്ന അസുഖം, അങ്ങനെയാണ് ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാം കേട്ടോ. തലഹുമുൽ കൽബ, അങ്ങനെ തലഹ, ഇങ്ങനെ ലൊഹം എന്ന് പറയുമ്പോൾ നമ്മൾ പറയുമല്ലോ, ഇങ്ങനെ നിറച്ച് പറയാൻ, അതേപോലെ. ഓക്കെ, ശുക്രൻ ജസീലൻ. ആരാത് പറഞ്ഞത്? മുഹമ്മദ് സഈദ്. ഓക്കെ, ശുക്രൻ. അപ്പോ ഇതെല്ലാം ക്ലിയർ ആണോ? അദ്ദേഹത്തിന്റെ കവിത, അദ്ദേഹത്തിന്റെ ദിറാസ, പിന്നെ അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം പബ്ലിഷ് ചെയ്ത അഹ്മദ് സക്കി അബൂ ഷാദിയുടെ നേതൃത്വത്തിൽ പബ്ലിഷ് ചെയ്ത അഗാനുൽ ഹയാത്ത്, അദ്ദേഹത്തിന്റെ നോവല് അൽ മഖ്ബറ. ഓക്കെ, ശുക്രൻ. ഹാർട്ടക്ക് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ആദ്യം. അപ്പൊ ഇദ്ദേഹം പറഞ്ഞപ്പോ അതാണ് തോന്നി, അറിയില്ലല്ലോ. അപ്പൊ ഇത് ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി, കൂടുതൽ ഡീപ്പായിട്ട് അങ്ങനെ മനസ്സിലാക്കണ്ട. 25-ാമത്തെ വയസ്സിൽ മരണപ്പെട്ടു കേട്ടോ, 1934. ക്ലിയർ അല്ലേ? അയ്യുഹൽ ഹുബ് അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ കവിതയാണ്. അടുത്ത ആള് അല്ലെങ്കിൽ പോകാലോ, ഉമർ അബൂ രീഷ. ഉമർ അബൂ രീഷ ഹുവ ഷാഇറുൻ സൂരിൻ, സിറിയക്കാരനാണ്. വലുദ ഫി മദീനത്തി ഹൽബ്. ഹൽബ് എന്ന് പറയുന്ന പട്ടണത്തിലാണ് ജനിച്ചത്. അത് ഖറിയത്ത് മൻബജ് ആണ്. മൻബജ് എന്ന് പറയുന്ന ഗ്രാമത്തിലാണ്. അത് പിന്നീട് അറിയപ്പെട്ടതാണ് അല്ലെ, മദീനത്ത് ഹലബ്. യെസ്. പിന്നെ ഫി സൂര്യ, സിറിയയില്. വനശ ബൈന സൂര്യ വലബനാൻ, സൂര്യ ലബനാൻ, അതിനിടയിലാണ് അദ്ദേഹം ജീവിച്ചത്. ഫി സന 1930 സാഫറയില, ലണ്ടനിലേക്ക് പോയി. ലിയുദരിസ് അൽ കീമിയ അസ്സനാഇയ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കാനായിട്ട് ഫി ജാമിയത്തി മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റിയിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കാനായിട്ട് ലണ്ടനിലേക്ക് പോയി 1930. അപ്പോ അഹമ്മദ് ഷൗക്കിയും ഹാഫിദ് ഇബ്രാഹിം മരണപ്പെടുന്നതിന് 2 വർഷം മുമ്പാണെന്ന് ചിന്തിക്കുക. അബുൽ ഖാസിം ഷാബി മരണപ്പെട്ടത് 2 വർഷത്തിന് ശേഷം. അവർ മരണപ്പെട്ടതിന്, അഹമ്മദ് ഷൗക്കിയും ഹാഫിദ് മരണപ്പെട്ടതിന് 2 വർഷം ശേഷമാണ് ആര് മരണപ്പെട്ടത്? നമ്മുടെ അബുൽ ഖാസിം ഷാബി മരണപ്പെടുന്നതെങ്കിൽ ഇതിന് അവർ മരണത്തിന് 2 വർഷം മുമ്പാണ് ഇദ്ദേഹം ലണ്ടനിലേക്ക് പോയത്. മാക്സിമം ഇതൊന്നും അത്ര ഡീപ്പ് അല്ലെങ്കിൽ പോലും ഇങ്ങനെ ഇയറുകൾ കണക്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ് കേട്ടോ. പറ്റുമെങ്കിൽ നിങ്ങൾ എവിടെയൊക്കെ ഇയറുകൾ കാണുന്നോ അതിനെ ആ ഓർഡറിൽ താഴോട്ട് എഴുതണേ. അസെൻഡിങ് ഓർഡറിൽ താഴോട്ട് എഴുതുക. മനസ്സിലായോ? 1930. ഇപ്പൊ നമുക്ക് ഒരു കാര്യം കണക്ട് ചെയ്യാനുണ്ട്.
ഇദ്ദേഹം ലണ്ടനിലേക്ക് പോയത്. പിന്നെ 31 ഉണ്ടെങ്കിൽ അങ്ങനെ എഴുതുക, 32 അവരുടെ മരണം, 33 ഉണ്ടെങ്കിൽ എഴുതുക, 34 ആകുമ്പോൾ അദ്ദേഹം പോയത്. അപ്പൊ ഇങ്ങനെ ഒരു ഓർഡറിൽ എഴുതുക കേട്ടോ. അങ്ങനെ എഴുതി പഠിക്കുക. കാരണം ഇപ്പൊ നിങ്ങൾക്ക് ഉപയോഗപ്പെട്ടില്ല എങ്കിലും പഠനം ഒരിക്കലും നിരാശയാവില്ല. നെറ്റ് എക്സാം എഴുതുന്നവർക്ക് നന്നായിട്ട് അറിയാം. നെറ്റിന് നമ്മുടെ ഞാൻ എഴുതിയ നെറ്റിൽ തന്നെ ഈ നമ്മുടെ ഇന്ത്യൻ ലിറ്ററേച്ചറിൽ ഒരുപാട് പേരുടെ അവർ ചിലപ്പോൾ മരിച്ച ഓർഡർ ചോദിക്കും, ചിലപ്പോൾ ജനിച്ച ഓർഡർ ചോദിക്കും. അപ്പൊ അങ്ങനെയൊക്കെ ചോദിക്കും. അതുകൊണ്ട് ഇത് നിസ്സാരമല്ല. ഇപ്പൊ തൽക്കാലം അത് ശ്രദ്ധിക്കേണ്ട. ലണ്ടൻ എന്ന് മാത്രം ഓർത്ത് വെച്ചാൽ മതി. ലണ്ടനിലേക്ക് പോയി. ഹലബിലെ ദാറുൽ കുത്തുബിൽ വത്തനിയയില് ഡയറക്ടറായിട്ട് അദ്ദേഹത്തിന് നാട് മടങ്ങുന്നതിന് ശേഷം നിയമിതനായി, മുദീറായിട്ട് കേട്ടോ. ദമസ്കിലെ മജ്മഅ അൽ അറബിയിൽ അദ്ദേഹം ഒരു മെമ്പറായിരുന്നു 1948. അത് അത്ഖന 6 ലുഗാത്ത്, 6 ഭാഷകൾ അദ്ദേഹം കൈകാര്യം ചെയ്യും. 6 ഭാഷകൾ അതിലാഗ്രഹമാണ്. യജ്രി ശഅറുഹു അലാ നിളാമിൽ ക്ലാസിക്കിയൻ, ക്ലാസിക്കിയൻ മെത്തേഡിലാണ് ഇദ്ദേഹത്തിന്റെ കവിതയെല്ലാം ഉണ്ടാകുന്നത്. ക്ലാസിക്കൽ മെത്തേഡ്. ലഹു ദീവാൻ ശഅർ ബിൽ ലുഗത്തിൽ ഇൻജലിസ. അപ്പൊ നമ്മൾ പറഞ്ഞു 6 ഭാഷകളിൽ പ്രാവീണ്യം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം അതിൽ ഇംഗ്ലീഷും സ്വാഭാവികമായിട്ടും കാണും. ലണ്ടനിലേക്ക് പോയ ആളാണല്ലോ, അപ്പൊ അവിടെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ച വ്യക്തിയാണ്. അപ്പോൾ അത് ഒരു നല്ലൊരു യൂണിവേഴ്സിറ്റിയിലുമാണ്. അപ്പൊ അത് ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വളരെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടാവും. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ദീവാൻ, മഹാകാവ്യം ഇംഗ്ലീഷ് ഭാഷയിൽ ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഖൗലുഹുൽ മഷ്ഹൂർ, ഇദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഒരു കോട്ടിംഗ് ആണ് അന്നൽ അർദുൽ അറബിയ അർദുൽ ബുത്തൂലാത്ത്. അറബി ഭൂമി, അറബി പ്രദേശം എന്ന് പറഞ്ഞാൽ തന്നെ, അറബി നാടുകൾ എന്ന് പറഞ്ഞാൽ തന്നെ ധീരന്മാരുടെ നാടുകളാണ്. വഇന്നഹ ജന്നത്തു ദുനിയ, അതാണ് ദുനിയാവിലെ സ്വർഗവും എന്ന് പറഞ്ഞതാരാണ്? ഉമർ അബൂരിഷയാണ്. സഫീർ സൂര്യ അൽ ഹിന്ദ്, ഇതൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. ഇദ്ദേഹം സിറിയയിലെ ഇന്ത്യയിലേക്കുള്ള അംബാസിഡർ ആയിരുന്നു. സഫീർ സൂര്യ അൽ ഹിന്ദ്. ക്ലിയർ അല്ലേ? ഈ പേജെല്ലാം ക്ലിയർ അല്ലേ? സിറിയക്കാരനാണ്. ലണ്ടനിലേക്ക് ഇദ്ദേഹം പോയിട്ടുണ്ട്. പിന്നെ മടങ്ങി വന്നുവെങ്കിലും ലണ്ടനിലേക്ക് പോയിട്ടുണ്ട്. ഇംഗ്ലീഷിൽ ഇദ്ദേഹത്തിന് ദീവാനുണ്ട്. അതുപോലെ ഇദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ വാക്ക് ഇദ്ദേഹം സഫീർ ആയിരുന്നുള്ള കാര്യം. അടുത്തത് ഉദുബുൽ മജ്മഅ അൽ ഹിന്ദി ലിസഖാഫത്തിൽ ആലമിയ. അപ്പോൾ നമ്മുടെ ഈ കൾച്ചർ ഇതിലെ ഇന്ത്യയുടെ ഒരു സൊസൈറ്റിയാണ്. അപ്പൊ അതിന്റെ ഒരു മെമ്പർ ആയിരുന്നു ഇദ്ദേഹം. പിന്നെ തൂഫി ഷാർ ഉമർ അബൂരിഷ ഫി റിയാദ്, റിയാദിലാണ് ഇദ്ദേഹം റിയാദ് 1990. അപ്പൊ ഞാൻ കുറച്ചു മുമ്പ് ഞാൻ ഒരു കാര്യം പറഞ്ഞു. ചില ആളുകൾ ജനിക്കുന്ന സ്ഥലത്ത് നിന്ന് മൂന്നോളം സ്ഥലങ്ങളിൽ പാലനം ചെയ്ത് പോകുന്നവരൊക്കെ ഉണ്ട്. പിന്നെ മരിച്ച സ്ഥലത്ത് നിന്ന് അദ്ദേഹത്തിന്റെ മൃതദേഹം വേറെ സ്ഥലത്ത് കൊണ്ട് അടക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ നമ്മൾ ചില സ്ഥലത്ത് എന്ത് ചെയ്യും, എവിടെ അടക്കപ്പെട്ടെന്നാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും, ഈ റിയാദ് എഴുതി വെക്കരുത്. പെട്ടെന്ന് ഹലബിലേക്ക് പിന്നെ അദ്ദേഹത്തിന്റെ നഖല ജിസ്മാനഹു ലിയുദഫിന ഫി മദീനത്തി ഹൽബ്. ഹൽബിലേക്ക് ഇദ്ദേഹത്തിന്റെ മൃതശരീരം കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. തിരിച്ച് ഇയാളാണ് മരിച്ചതെങ്കിലും 1990. പിന്നെ ആമാലിഹിൽ അദബി, അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ സാഹിത്യ കൃതികളാണ് ദീവാനു ബൈത്തി മബയാൻ, ദീവാൻ നിസാ, മസ്രഹിയത്തു താജ്മഹൽ. അപ്പൊ ഇദ്ദേഹം താജ്മഹലായിട്ട് ബന്ധം എന്താ? ഇദ്ദേഹം സഫീർ ആയിരുന്നു പറഞ്ഞല്ലോ. സഫീർ ഇന്ത്യയിലേക്കുള്ള സഫീർ അംബാസഡർ ആയിരുന്നല്ലോ. അപ്പൊ താജ്മഹൽ. അങ്ങനെ അംറുഖെ അറബ്, ഖാത്തിമത്തുൽ ഹുബ്, ഇദ്ദേഹത്തിന്റെ പ്രണയിനി മരണപ്പെട്ടതിന് ശേഷം മനനൊന്ത് രചിച്ച ഗ്രന്ഥമാണ് കേട്ടോ ഖാത്തിമത്തുൽ ഹുബ്. അടുത്ത മസ്രഹിയത്തു മഹ്കമത്തു ശുഅറ എന്നുള്ളത് ഇദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ്. അപ്പൊ ദീവാൻ ബൈത്തുൽ ബയാനാണ് ഈ പേജിൽ നോട്ട് ചെയ്യേണ്ടത്. പിന്നെ റിയാദിൽ മരിച്ചുവെങ്കിലും ഹലബിലേക്ക് അദ്ദേഹത്തിന്റെ ശരീരം കൊണ്ടുവന്ന് അവിടെയാണ് അടക്കപ്പെട്ടത്. ക്ലിയർ ആണോ ഉമർ അബൂരിഷ? ഇത് നാസിക് അൽ മലായിക്ക. നമ്മൾ ചിലർ നാസിക്കുൽ മലായിക്ക എന്ന് വായിക്കും, പക്ഷെ നാസിക് അൽ മലായിക്ക എന്നാണ് വായിക്കേണ്ടത്. ഇത് നാസിക് സോദിഖ് അൽ മലായിക്ക. പിന്നെ ഷാഅറ ഇറാഖിയ, ഇവർ ഇറാഖി കവയത്രിയാണ്. റായിദത്ത് ഷാഅർ ഹുർ, ഫ്രീ വേഴ്സ് ഉണ്ട്. സ്വതന്ത്ര കവിതയുടെ റായിദയായിട്ട് അറിയപ്പെടുന്നത് ഭൂരിഭാഗം പേര് പറയുന്നത് നാസിക് അൽ മലായിക്കയാണെന്നാണ് കേട്ടോ. അപ്പൊ ക്വസ്റ്റ്യനിലും PSCയിലും അവരുടെ ആൻസർ കീയിലും നാസിക് അൽ മലായിക്ക തന്നെയാണ്. റായിദത്ത് ഷാഅർ ഹുർ. വുലദ് ആം 1900
ഇസ്നാ വസലാസിൻ 1923, 32 തിരിച്ചിട്ടാല് 23. അതിലാണ് ആര് ജനിച്ചത്? നാസിഖുൽ മലായിക്ക ജനിച്ചത്. ബി മഹല്ലത്തി അൽ ആഖൂലിയ മിൻ ബഗ്ദാദ്, ബഗ്ദാദില് കേട്ടോ, ബഗ്ദാദിലാണ്. ബഗ്ദാദിലെ ആഖൂലിയ എന്ന് പറയുന്ന പ്രവിശ്യയില്. കാൻ അബുഹ സ്വാദിഖ് ജഅഫി അൽ മലായിക ഷാഇറൻ. അപ്പോ നമ്മൾ നേരത്തെ ഉമ്മ കവയിത്രിയെ, ഫലസ്തീൻ കവയിത്രിയായ ആളെ പറഞ്ഞു. അതേപോലെ ഇപ്പൊ ആരാണ്? വാപ്പ സ്വാദിഖ് ജഅഫി ഷാഇറും അതുപോലെ അദീബുമായിരുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്, അദ്ദേഹത്തിന്റെ ഒരു വലിയ മൗസൂഅയുണ്ട്, എൻസൈക്ലോപീഡിയ. അതിന്റെ പേര് ദാഇറത്തു മആരിഫിൻ നാസ്. ഇത് പലർക്കും അറിയായിരിക്കും. ദാഇറത്തു മആരിഫിൻ നാസ് ഇവരുടെ നാസിഖുൽ മലായിക്കയുടെ പിതാവ് രചിച്ച ഗ്രന്ഥമാണ്. ഇതിന് 20 വോളിയം ഉണ്ട്. 20 വോളിയം. അപ്പൊ എന്ത് വലിപ്പം ഉണ്ടെന്ന് നമ്മൾ ചിന്തിച്ചു നോക്കാം. അപ്പൊ അവരുടെ മകളായിട്ട് ജനിച്ച ആളാണ് നാസിഖുൽ മലായിക്ക. ഉയ്നത്ത് ഉസ്താദ ഫി ജാമിഅ ബഗ്ദാദ്, ജാമിഅ അൽ ബസ്ര, ജാമിഅ അൽ കുവൈറ്റ്. ജാമിഅ കുവൈറ്റ് അതുപോലെ ജാമിഅ ബസ്ര, ജാമിഅ ബഗ്ദാദിലൊക്കെ ലെക്ചറായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. هي أول من كتبت شعر الحر في عام 1947. 1947 സ്വാതന്ത്ര്യം കിട്ടിയ സമയം. 1947 ആണ് ഇവരുടെ ഫസ്റ്റ് കവിത ഫ്രീ വേഴ്സിൽ രചിക്കുന്നത്. അപ്പൊ അത് ഏതാണ്? യുഅത്തബറു അൽ ബഅദു ഖസീദ അൽ കോളറ. കോളറ എന്ന് പറയുന്ന ഇതാണ് ഇവരുടെ ഫസ്റ്റ് കവിത എന്ന് പറയുന്നത്. കതബത് അവ്വൽ ഖസീദ ഫി സിന്നിഹൽ ആശറ. ഫസ്റ്റ് ഒരു കവിത രചിക്കുന്നത് തന്നെ എന്താണ്? എവിടെയാണ്? ഏത് സമയത്താണ്? 10ാമത്തെ വയസ്സിൽ രചിക്കുന്നുണ്ട്. 10ാമത്തെ വയസ്സിൽ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട പോയിന്റുകൾ: ഷാറ ഇറാഖിയ, പിന്നെ റായിദ് ഷഅത്തുൽ ഹുർ, ബഗ്ദാദ്, പിന്നെ 1947 ഫസ്റ്റ് കവിത രചിക്കുന്നത്. കോളറ എന്നുള്ളതാണ് ഫ്രീ വേഴ്സ്. ഓക്കെ, അടുത്ത പേജ്. ഹസൻ നാസിഖുൽ മലായിക ജായിസ അൽ ബാപ്തിൻ. ബാപ്തിൻ എന്ന് പറയുന്ന ഒരു ജായിസ കിട്ടിയിട്ടുണ്ട് ഇവർക്ക്. ഇയർ പഠിക്കേണ്ടതില്ല, 1996. പിന്നെ ഖലത് അയ്യാമുൽ അഖീറ ഫി അസ്ലത്തിൽ ഇഖ്തിയാരിയ മിൻ 1990. 1990 മുതൽ വഫാത്ത് വരെ അവർ പിന്നെ കൂടുതൽ എക്സ്പോഷർ ഒന്നും പുറത്ത് നൽകിയില്ല. 2007 വരെ അവര് മരണം വരെ അങ്ങനെ തന്നെ തുടർന്നു. ഫി ബിലാദ് മിസ്ർ, മിസ്റിലെ കേട്ടോ, മിസ്റിലാണ്. അടുത്ത മിൻ മജ്മുഅത്തി ഷാദിയ, ഇവരുടെ സമാഹാരം. ആഷിഖത്തുൽ ലൈൽ, ആഷിഖത്തുൽ ലൈൽ 1947. ഇപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ 1947 കേട്ടപ്പോ? കാരണം കുറച്ചു മുമ്പ് പറഞ്ഞു കോളറയാണ് 1947 എന്ന് പറഞ്ഞു. ഇപ്പൊ ആഷിഖത്തുൽ ലൈൽ എന്നും പറഞ്ഞു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആഷിഖത്തുൽ ലൈൽ ഇവരുടെ ഫസ്റ്റ് കവിതാ സമാഹാരമാണ് കേട്ടോ. സമാഹാരത്തിൽപ്പെട്ട ഒരു കവിതയാണ് ഏത്? കോളറ. ക്ലിയർ അല്ലേ? അതെ, അതിൽപ്പെട്ട ദീവാനാണ് ആഷിഖത്തുൽ ലൈല. അതിൽ പെട്ട ഒരു കവിതയാണ് കോളറ. അങ്ങനെയാണ് 1947 എന്നുള്ള രണ്ടിലും വന്നത്. അപ്പൊ രണ്ടും കൺഫ്യൂഷൻ വരണ്ട, രണ്ടും വേറെയല്ല, ഒന്നിന്റെ പാർട്ട് തന്നെയാണ്. അത് ഷലായ അർ റമാദ്, ഖലായ അശ്ശഅൽ മുആസിർ, ഇതെല്ലാം ഇവരുടെ നഖദ്, വിമർശന വീക്ഷണങ്ങളുള്ള ഇതെന്താണ്. പിന്നെ ഖറാറത്തുൽ മൂജ, അത് ഇത്ര ഇമ്പോർട്ടന്റ് അല്ല. മഅസാത്തുൽ ഹയാത്തി വഅഗ്നിയത്തുൽ ഇൻസാൻ, ഷജറത്തുൽ ഖമർ, അശ്ശംസുല്ലതി വറാ അൽ ഖിമ്മ. ഇത് മജ്മുഅ ഖസസിയാണ് 1997. ക്ലിയർ അല്ലേ? അപ്പൊ 1947 ദീവാനാണെങ്കിൽ 1997 97 മജ്മുഅ ഖസസിയെയും 47 ഷഅരിയെയും. ക്ലിയർ അല്ലേ? അത് ക്ലിയർ ആണല്ലോ. അടുത്ത ബദർ ഷാക്കിർ സിയാബാണ്. എത്ര പേരുണ്ട്? എത്ര സമയത്തുള്ളിൽ നിർത്താൻ പറ്റും നോക്കട്ടെ. 8 മണിക്ക് അവസാനിപ്പിക്കുകയല്ലേ അങ്ങനല്ലേ പറഞ്ഞിരിക്കുന്നത്? നാല് പേരുണ്ട്. പെട്ടെന്ന് എങ്കിലും വായിക്കാം, പെട്ടെന്ന് വായിച്ചു നോക്കാം. അടുത്ത ബദർ ഷാക്കിർ സിയാബ്. ബദർ ഷാക്കിർ സിയാബ് വിരുദ്ധ ബദർ ഷാക്കിർ സിയാബ് സന 1900. സ്കൂളുണ്ട്. യെസ്, ഓക്കെ. അപ്പൊ 1926 ഇദ്ദേഹം ജനിക്കുന്നത്. ജീക്കൂർ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ്. മുഹാഫത്ത് ബസ്ര, ബസ്രയില് കേട്ടോ. അറബി. നമ്മൾ നാസിഖുൽ മലായിക്കോടൊപ്പം തന്നെ ഇദ്ദേഹം ഉണ്ട്. പക്ഷെ ഇദ്ദേഹം
ആദ്യത്തെ ആളല്ല. അമല ഫി സബീൽ തഹ്ലീൽ ഇറാഖ് മിൻ നുഫൂദ് അൽ ഇൻജലീസിയ ഫി സബീൽ ഖളിയ അൽ ഫലസ്തീനിയ. ഫലസ്തീൻ ഇഷ്യൂ അതുപോലെ ഇംഗ്ലീഷുകാരുടെ